ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ജോയ്സി എഴുതിയ നോവൽ മനക്കിലെ തത്ത, അധ്യായം 18. വിഷ്ണു അവളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കിയിരുന്നു. കണ്ണീർ കണങ്ങൾ ഉരുണ്ടുരുണ്ട് മടിയിലേക്ക് വീഴുന്നു. മീനു കരച്ചിലടക്കാൻ പണിപ്പെട്ടു. കാരുണ്യവും അഭയവും യാചിക്കുന്ന മുഖം വിഷ്ണു കണ്ടു. ഒരു ഛായാചിത്രം പോലെ അത് നിശ്ചലവും നിരപേക്ഷവുമാണെന്ന് ഒരു വേള അയാൾക്ക് തോന്നി. ഇവൾ ആരാണ്? എന്തിന് തൻ്റെ മുൻപിൽ കരയുന്നു? തങ്ങൾക്ക് തമ്മിൽ എന്താണുള്ളത് എന്നീ വിചാരങ്ങൾ മനസ്സിൻ്റെ ചുവരുകളിൽ അലകുത്തിയടിച്ചു. അതൊരു ചടങ്ങോ നാട്യമോ ആണെന്ന് തോന്നി. കാതോർത്തു നോക്കിയിരിക്കെ അദൃശ്യമായ ചില ഇഴകളെ മനസ്സുകൊണ്ട്, കണ്ണുകൊണ്ടല്ല, കാണാൻ കഴിഞ്ഞു. ഒരു വെളിച്ചമുണ്ടായി. പരിസരങ്ങളുടെ ചൈതന്യവത്തായ സാന്നിധ്യവും പ്രഖ്യാപിതമായ ഘടനയും അകന്നുപോയെന്നോ നിർജീവമായെന്നോ തോന്നി. ഒരു മുഖം, നീരണിഞ്ഞ മിഴികൾ, ഇത്ര മാത്രമേയുള്ളൂ. പക്ഷേ അത് വളരെയേറെ ആവശ്യപ്പെട്ടിരുന്നു, യാചിച്ചിരുന്നു. അതിൻ്റെ സ്പന്ദനങ്ങൾ, കമ്പനങ്ങൾ ഉള്ളിനുള്ളിലേക്ക്, അനന്തതയിലേക്ക് വ്യാപിച്ചിരുന്നു. വിഷ്ണു മറന്നുപോയി ലോകത്തെ, അയാളെ തന്നെ. ആ കണ്ണീർ കണ്ടപ്പോൾ വിരൽ തുമ്പുകളും അതരങ്ങളും ധരിച്ചു. അവൾ ആരുമില്ലാത്ത ഒരുവളാണെന്ന് അയാൾ സങ്കല്പിച്ചു. അവൾ തനിച്ചാണ്. അളവറ്റ ധനം സൂക്ഷിക്കുകയും ചെയ്യുന്നു. അവൾക്കത് ഇനി തനിച്ചു വയ്യ. വിശ്വസ്തനായ ഒരാളെ ഏൽപ്പിക്കണം. ഭയം കൂടാതെ ഉറങ്ങണം. വേദനിക്കാതെ ജീവിക്കണം. അവൾക്കൊരു കാവൽക്കാരനെ, രക്ഷകനെ വേണം. എന്തോ ഒന്ന് തന്നെ വലയം ചെയ്തു കഴിഞ്ഞതായി വിഷ്ണുവിന് അനുഭവപ്പെട്ടു. ഇടുങ്ങിയിരുണ്ട ഒരിടനാഴിയിൽ നിന്ന് അതിവിശാലവും അനുഭൂതിപൂർണവും വികാരഭരിതവും പ്രകാശപൂരിതവുമായ ഒരു ഭൂമുഖത്തേക്ക് പറന്നു വീണിരിക്കുന്നു. ധാരാളം താഴ്വരകൾ, കുന്നുകൾ, മരങ്ങൾ, ചില്ലകൾ, പൂക്കൾ. ഞാൻ ആരോടും പറഞ്ഞില്ല. അണ്ണനോട് പറഞ്ഞാൽ അണ്ണൻ അയാളെ കുത്തിക്കൊല്ലും. അതുകൊണ്ട് ഞാൻ. മീനു തേങ്ങി. വിഷ്ണു അവളുടെ കൈ കടന്നെടുത്തു. വിരലുകൾ തമ്മിൽ കോർത്തു. വിഷാദത്തിൻ്റെ ഒരു കുളിരോടെ അത് വിട്ടുപോകാൻ അയാൾ ആശിച്ചു. തനിക്ക് മടങ്ങിപ്പോകാമല്ലോ, ഒന്നും ചിന്തിക്കാതെ, ഒന്നും അറിയാതെ. വിരലുകൾ ഞെരിയുന്നത് മീനു അറിഞ്ഞു. അത് തകർന്നു പോകാൻ അവൾ ആഗ്രഹിച്ചു. ഇനി അവൾക്ക് കൈകൾ വേണ്ട, കാലുകൾ വേണ്ട, ഹൃദയവും കണ്ണുകളും മാത്രം മതി. എതിർക്കാനോ മടങ്ങാനോ ആവാത്ത ഒരു കുത്തൊഴുക്കിലേക്ക് സ്വീകരിക്കപ്പെടുകയാണെന്ന് അവൾക്കറിയാമായിരുന്നു. ഉത്കണ്ഠയും വിഷാദവും അനുഭൂതിയും നിറഞ്ഞ എന്തോ ഒന്ന് വലുതായി, കഠിനമായി സംഭവിച്ചു കഴിഞ്ഞു. ഇത്രകാലം എന്തിനു വേണ്ടിയാണ് വീർപ്പുമുട്ടിയതെന്നും സ്വയം പരാതി പറഞ്ഞതെന്നും അവൾക്ക് മനസ്സിലായി. ഇതുവരെ അവൾ സ്വയം ശിക്ഷിച്ചു. അവൾ വിടുതൽ നേടുകയല്ല, വിട്ടുകൊടുക്കുകയാണ്. ഇനി അവൾ ഇല്ല. അവളുടേതായ യാതൊന്നുമില്ല. ഇല്ലായ്മയുടെ ലാഘവം പൂർണ്ണമായും സ്വീകരിക്കപ്പെടുകയാണെന്നിരിക്കെ ഇനി അവകാശങ്ങളെക്കുറിച്ചല്ലാതെ ഉത്കണ്ഠയില്ല. ആ കൈവിടാതെ അയാൾ പോകുന്നിടത്തേക്ക് തന്നെ കൂടെ കൊണ്ടുപോകുമെന്ന് വിശ്വസിക്കാൻ അവൾ ശ്രമിച്ചു. അയാൾ കൈവിടുവിച്ചെഴുന്നേറ്റു. ഒന്നും മിണ്ടാതെ നടക്കുന്നു. അയാളുടെ ചുവടുവയ്പ്പുകൾക്ക് ഏകാഗ്രതയും ദൃഢതയും ഉണ്ടായിരുന്നു. അയാളുടെ കൈവശം ഇപ്പോൾ വില തീരാത്ത ഒരു നിധിയുണ്ട്. അത് അയാൾ സൂക്ഷിക്കും, തിരിച്ചു കൊടുക്കുകയില്ല. അത് ഇനി അയാളുടേതാണ്, ആയിത്തീർന്നു. അനുഭൂതികളെ വാക്കുകളായി തിരിച്ചറിയാൻ വിഷ്ണുവിന് കഴിഞ്ഞില്ല. താൻ വെറുമൊരു മണ്ടനല്ലെന്ന് ഇപ്പോൾ അയാൾക്ക് തീർച്ചയായും ബോധ്യപ്പെട്ടു. അച്ഛൻ്റെ ഇരുണ്ട മുഖം പൂമുഖത്ത്. വിഷ്ണു അത് കണ്ടില്ലെന്ന് നടിച്ചു. അമ്മയ്ക്ക് അസുഖം കൂടുതലായി തീർന്നിരിക്കുന്നു. വിജയേട്ടനെ കാണണമെന്ന് പറഞ്ഞിരുന്നു, മറന്നു. അമ്മയോട് നുണ പറയാം. അമ്മ തനിച്ചു കട്ടിലിൽ. വിജയനെ കണ്ടോടാ? കണ്ടില്ല, എവിടെയോ പോയിരിക്കുകയാണ്. നീ പോയില്ല, അതാ കാര്യം. അമ്മയോട് നേര് പറഞ്ഞാലും വിശ്വസിക്കില്ല. അതുകൊണ്ടാ കള്ളം പറഞ്ഞത് അല്ലേ? വിഷ്ണു മിണ്ടിയില്ല. എനിക്ക് നടക്കാൻ വയ്യാലോ, ഇല്ലെങ്കിൽ ഞാൻ പോയേനെ. ദൈന്യതയും യാചനയും ഭാരതീയ അന്തർജനത്തിൻ്റെ കണ്ണുകളിൽ. കാലം മടക്കും ചുളിയും വീഴ്ത്തിയ മുഖം, ജ്യോതിസുറ്റ കണ്ണുകൾ, ജീവിതത്തിൻ്റെ തണുപ്പേറ്റ് ചുളിഞ്ഞുപോയ ദേഹം, ദാഹമോഹങ്ങളുടെയും വികാരവിചാരങ്ങളുടെയും അനുപദങ്ങൾ ആടിത്തീർത്ത ജീവിതം. എല്ലാം ഒളിച്ചിരിക്കുന്നു, മാഞ്ഞുപോയിരിക്കുന്നു. ബാഹ്യ ചൈതന്യം മാത്രമേ നിർജീവമായിട്ടുള്ളൂ. സുഖദുഃഖങ്ങൾ മനസ്സിലാകുന്ന ഒരു ഹൃദയം അഞ്ഞൊറിഞ്ഞ തൊലിക്കുള്ളിലുണ്ട്. ആ ഹൃദയത്തിന് ചിലതെല്ലാം അറിയാമെന്നുള്ള എന്നല്ല, ജീവിതത്തെക്കുറിച്ച് മുഴുവനായും തന്നെ, അതിരുകളെയും ഘടനയെയും പരിവൃത്തിയെയും ബാഹ്യവും ആന്തരികവുമായ നൈതികവും ഭൗതികവുമായ അന്തസത്തയെയും സംബന്ധിച്ചുള്ള എല്ലാം തന്നെ അറിയാമെന്നുള്ള ഒരു തീരുമാനത്തെ, ബോധ്യത്തെ ആ ചുളിഞ്ഞ തൊലിയുടെ മൗഢ്യം മറച്ചു പിടിക്കുന്നുണ്ട്. വിഷ്ണു പകപ്പോടെ പിൻവാങ്ങി. അയാൾ പിറ്റേന്നും മീനുവിനെ കാണാൻ പോയി. അയാൾക്ക് ഹ്രസ്വമെങ്കിലും വിശാലവും അപാരവുമായ ഒരു കാത്തിരിപ്പിൻ്റെ പ്രതീക്ഷയുണ്ടായിരുന്നു.
തനിക്ക് വളരെയധികം സ്വീകരിക്കാൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു. ചിറകു വിരിച്ച് ഒരുപറ്റം അനുഭൂതികളുമായി അനന്തമായ ചക്രവാളത്തിലേക്ക് പറന്നു പോകാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ കുറഞ്ഞതോ കിടപിടിക്കാത്തതോ ആയിരുന്നില്ല ആ വിശ്വാസം. മീനു ഒരു സാധാരണ പെൺകിടാവിനെ പോലെ വിഷാദഭരിതമായ ഒരു ലജ്ജയോടെ കടന്നു വന്നപ്പോൾ അയാൾ അമ്പെ നിരാശനായി. അവൾ ചിരിക്കുകയും സംഭാഷണത്തിലേർപ്പെടുകയും ചെയ്തപ്പോൾ എല്ലാ പ്രതീക്ഷകളും തകർന്നു. അയാൾക്ക് വേണ്ടത് അതായിരുന്നില്ല. അതിലുപരി വലിയ ഒരു അയഥാർത്ഥ സ്വപ്നത്തെ ഉൾക്കൊണ്ടിരുന്നു. എന്നാൽ തൻ്റെ പ്രതീക്ഷ എന്താണെന്ന് തിരിച്ചറിയാനോ അതനുസരിച്ച് ആവശ്യപ്പെടാനോ കഴിഞ്ഞില്ല. എല്ലാം സാധാരണമാണെന്നത് വിഷ്ണുവിൽ വൈരസ്യമുളവാക്കി. മീനുവിൽ നിന്ന് അസാധാരണവും ചൈതന്യവത്തും സ്വപ്നസദൃശവുമായ ഒരു സമീപനം അയാൾ പ്രത്യാശിച്ചു. വേണമെങ്കിൽ മീനുവിനെ കെട്ടിപ്പിടിക്കാം, ചുംബിക്കാം. എന്നാൽ അതൊക്കെ അവകാശപ്പെട്ടതാണ്. അയാൾ വിരസതയോടെ ഇരുന്നു. എവിടെയോ എന്തോ കുഴപ്പമുണ്ട്. അതിനെ ചികഞ്ഞെടുക്കാൻ വൃഥാ ശ്രമിച്ചു. എന്നിട്ടും അസ്വസ്ഥതയോടെ മീനുവിനെ നോക്കി. അവരെ ആർക്കും കാണാമായിരുന്നില്ല. ഇരുട്ടു പെയ്യാൻ തുടങ്ങിയിരുന്നു. മീനു അനേകം കാര്യങ്ങൾ പറഞ്ഞു. മുൻപൊരിക്കൽ വള്ളം മറിഞ്ഞത്, ആളുകൾ നീന്തിക്കയറിയത്, കൊച്ചുകുട്ടൻ വള്ളം പിടിച്ച് കരയ്ക്കടുപ്പിച്ചത്, നേരത്തെ താമസിച്ചിരുന്ന ഗ്രാമത്തിൽ തോരാതെ മഴ പെയ്ത് വീടുകളിൽ വെള്ളം കയറിയത്, എല്ലാവരും ഉറങ്ങാതെ കഴിച്ചുകൂട്ടിയത്, ഒരിക്കലൊരു ചായക്കട കത്തിപ്പോയത്, ചേച്ചിയുടെ മൂത്ത കുട്ടി കിണറ്റിൽ വീണ് മരിച്ചത്, ചേച്ചിയുടെയും മറ്റും കൂടെയിരുന്ന് ആദ്യമായി ഫോട്ടോ എടുത്തത്. വിഷ്ണു എല്ലാം മൂളിക്കേട്ടു. അയാൾ ഉത്സാഹശൂന്യനായി മൗനിയായി ഇരിക്കുന്നതിൽ മീനുവിന് വല്ലായ്മ തോന്നി. ഇന്നെന്നാ പറ്റി? ഒന്നുമില്ല. സുഖമില്ലേ? ഇല്ല. വിഷ്ണുവിന് എന്തോ കുഴപ്പമുണ്ടെന്ന് അവൾക്ക് തോന്നി. കൂടുതൽ സ്വാതന്ത്ര്യമെടുക്കാൻ അവൾ മടിച്ചു. അവൾക്ക് ഉത്കണ്ഠയും സങ്കടവുമുണ്ടായി. വിഷ്ണുവിന് മാറ്റം വന്നുവെന്ന് അവൾ വിചാരിച്ചു. ഇത് വേറെ ഒരാളാണ്. ഇന്നലെയും ഇന്നലെകളിലും കണ്ട ആളല്ല. പറയാനും ചിരിക്കാനും കാണാനും മാത്രം കഴിയുന്ന ഒരാളല്ല. അയാൾ മറ്റെന്തോ കൂടിയായി. അയാൾ ചിന്തിക്കുന്നു, ഗൗരവത്തോടെ ഇരിക്കുന്നു. അത് അവൾക്ക് മനസ്സിലാക്കാനായില്ല. താൻ പറഞ്ഞതത്രയും ശ്രദ്ധിക്കപ്പെടാതെ പാഴായിപ്പോയി എന്നറിഞ്ഞപ്പോൾ അവൾക്ക് ദുഃഖമായി. ഒരകലം അവൾ അനുഭവിച്ചറിഞ്ഞു. സ്വീകരിക്കപ്പെടുന്നില്ല. അതാണ് സംഗതി. എല്ലാം അതേപടി സ്വീകരിക്കപ്പെടുന്നില്ല. അവൾ മൗനമായി ഇരുന്നു. ആ മൗനം വിഷ്ണുവിന് രസിച്ചു. അയാൾ അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്ന മുഖത്തേക്ക് ഉറ്റുനോക്കി. മീനു കണ്ണുകൾ താഴ്ത്തി. നിഷ്കന്മഷമായ ചൈതന്യം പ്രകമ്പനം കൊള്ളുന്നത് അറിഞ്ഞു. അദൃശ്യമായിരുന്ന ഇഴകളെ മനസ്സുകൊണ്ട് തൊട്ടു. തൻ്റെ തെറ്റ് അയാൾക്ക് മനസ്സിലായി. പ്രതീക്ഷയുടെ പരിധിയും സങ്കുചിതത്വവും ബോധ്യപ്പെട്ടു. ചക്രവാളത്തിൻ്റെ മധ്യത്തിൽ ചക്രവാളത്തിൻ്റെ ചൈതന്യമാകെ ആവാഹിച്ചെടുത്തുകൊണ്ട് അവൾ ഇരിക്കുന്നു. അവളിൽ താൻ കാക്കുന്നതും പ്രതീക്ഷിക്കുന്നതും വിശ്വസിക്കുന്നതുമായ എല്ലാമുണ്ട്. സകലതും സാധാരണമായ ജീവിതത്തിൻ്റെ മൂടുപടത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതെല്ലാം മൂടുപടം ചീന്തപ്പെടുന്ന നിമിഷങ്ങളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. അതെല്ലാം ഇപ്പോഴും ഇല്ലാതിരിക്കുന്നത് അവളുടെ കുറ്റമല്ല, ജീവിതം ആവശ്യപ്പെടുന്നതുകൊണ്ടാണ്. വിഷ്ണു അനന്തമായി ആഹ്ലാദിച്ചു. ചലിക്കുന്ന, ചിരിക്കുന്ന, കൊഞ്ചുന്ന ഒരു കൂട്ടുകാരിയെ അയാൾക്ക് വേണ്ട. അയാൾക്ക് ആദരിക്കണം, ആരാധിക്കണം, സ്നേഹിക്കണം, ജീവിക്കാൻ മറന്നുപോകണം. എന്നാൽ അതിൻ്റെ പരിമിതികളെക്കുറിച്ചും പരിധികളെക്കുറിച്ചും അയാൾ ബോധവാനായി. കാത്തിരിപ്പ്, ദുഃഖം, വിരസത, പ്രതീക്ഷ, വിശ്വാസം എന്നിവയുടെ അനർഘമായ അർത്ഥവ്യാപ്തി ബോധ്യപ്പെട്ടു. പ്രകൃതിയിൽ നിന്ന് താൻ ആശിക്കുന്നതും തനിക്ക് ലഭിക്കുകയും ചെയ്തിരുന്ന ആന്തരചൈതന്യവുമായി ഇതിന് വളരെ അന്തരമുണ്ടെന്ന് അയാൾ മനസ്സിലാക്കി. നിഷ്കളങ്കവും അപാരവുമായ ഈ വെളിച്ചം ഇന്നലെയാണ് ഉദിച്ചുയർന്നത്. അതൊരു ചടങ്ങോ നാടകമോ പോലെ യാന്ത്രികവും സാധാരണവുമായ ഒന്നായിരുന്നില്ല. വിഷ്ണു അവളുടെ കൺപോളകളിലൂടെ മൃദുവായി വിരലൊടിച്ചു. മീനു ചലിച്ചില്ല. അയാൾ അവളുടെ മുഖത്താകെ സ്വപ്നങ്ങൾ വരച്ചുവെച്ചു. അവൾ ഉറങ്ങാൻ അയാൾ ആഗ്രഹിച്ചു. അത് കാണണം. പൂർണ്ണ ബോധത്തോടെ ആ ഉറക്കത്തിലേക്ക് നീന്തിയെത്തണം. അവളുടെ ആത്മാവിൻ്റെ ഉള്ളറകളിലൂടെ ഊളിയിട്ട് നടക്കണം. തിരിച്ചു പോരരുത്. അവൾ ഉണരുകയുമരുത്. ആഗ്രഹങ്ങൾ വിഷ്ണുവിൻ്റെ ഉള്ളിൽ ചിറകിട്ടലച്ചു. വിഷ്ണു പിന്നീട് എല്ലാ ദിവസവും മീനുവിനെ കാണാനെത്തി. അപ്പോൾ ചെല്ലപ്പൻ അവിടെ ഉണ്ടാവാതിരിക്കാൻ രണ്ടുപേരും ആഗ്രഹിച്ചു. മീനുവിന് എല്ലായ്പ്പോഴും ജീവിക്കാൻ മാത്രമേ അറിയൂ എന്ന് കണ്ട് വിഷ്ണു പലപ്പോഴും നിരാശനായി. ക്രമേണ അയാൾ മനഃപൂർവ്വമായല്ലാതെ അവളിൽ നിന്ന് ജീവിതത്തിൻ്റെ രൂപഭാവ പരിണാമങ്ങളെക്കുറിച്ച് പഠിച്ചു. ഒരു മനുഷ്യൻ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നെല്ലാം അയാൾക്ക് മനസ്സിലായി. അയഥാർത്ഥ കൽപ്പനകളും സ്വപ്നസങ്കല്പങ്ങളും
പരുക്കൻ ജീവിതം തുടരാൻ പ്രേരിപ്പിക്കുന്ന ഒരു നിമിത്തം മാത്രമാണെന്ന് ബോധ്യപ്പെട്ടു. മീനുവിൻ്റെ വായാടിത്തരവും ചിരിയും ദേഷ്യവും പരിഭവവും വിഷ്ണുവിനെ അസ്വസ്ഥനാക്കിയിരുന്നു. അത് സാമാന്യമായും ഒഴിവാക്കാൻ വയ്യാത്ത ചിട്ടയാണെന്നുള്ളത്, ജീവിതം ആവശ്യപ്പെടുന്ന ഒന്നാണെന്നുള്ളത് വിഷമത്തോടെയെങ്കിലും അയാൾ ഉൾക്കൊണ്ടു. ഒന്നും വ്യർത്ഥമല്ലെന്നുള്ള ചിന്ത അയാൾക്ക് സ്വസ്ഥത നൽകി. അവളെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്നുവെന്ന് അയാൾ അനുഭവിച്ചറിഞ്ഞതാണ്. തികച്ചും സാധാരണവും സ്വാഭാവികവുമായിട്ടില്ലെങ്കിലും യഥാർത്ഥ ജീവിതത്തിലേക്ക് ചുവടുവെച്ച് കയറി നിൽക്കാൻ അവളിലൂടെ വിഷ്ണുവിന് കഴിഞ്ഞു. മീനു ഒരു കൂട്ടുകൂടാൻ തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഓരോ നിമിഷത്തിലും അവൾ പകച്ചു, അറച്ചു, പരിഭ്രമിച്ചു, വിറച്ചു, കരഞ്ഞു, ആനന്ദിച്ചു. അവൾ പിന്മാറാൻ കൂട്ടാക്കിയില്ല. വിഷ്ണുവിനെ പാലത്തുരുത്ത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ചെല്ലപ്പൻ ഒരു സന്ദർഭത്തിനായി കാത്തു. ഇനി ഇവിടെ വരരുത്, മീനുവിനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യരുത്. വിഷ്ണു ഒന്നും പറയാതെ പോയി. മീനു ബുദ്ധിമതിയായിരുന്നതുകൊണ്ട് നിഷേധിച്ചു. യാതൊന്നും ഇല്ല. വിഷ്ണു വീണ്ടും വന്നു. എതിർപ്പുകൾ നേടിത്തരുന്ന ശക്തിക്കായി കാത്തിരിക്കുകയായിരുന്നു ഇരുവരും. ശകാരവും താക്കീതുകളും രണ്ടുപേരെയും പിന്തിരിപ്പിച്ചില്ല. ഇരുട്ടു പരക്കാൻ തുടങ്ങിയപ്പോൾ അവർ വള്ളം കരയ്ക്കടുപ്പിച്ചു. ചെല്ലപ്പൻ ഒരു നിഴൽ പോലെ കടവിലേക്കടക്കുന്നത് രണ്ടുപേരും കണ്ടു. മീനു വീട്ടിലേക്ക് പോയിക്കോ. അവൾ വള്ളം കെട്ടിയിട്ട ശേഷം വീട്ടിലേക്ക് നീങ്ങി. വിഷ്ണു കരയ്ക്കിറങ്ങി. രണ്ട് നിഴൽ രൂപങ്ങൾ മുഖാഭിമുഖം നിന്നു. വിഷ്ണുവിന് തീരെ ഭയമുണ്ടായിരുന്നില്ല. മീനു ഭീതിയോടെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. ചെല്ലപ്പൻ്റെ കണ്ണുകൾ ജ്വലിച്ചു. ഇനി ഞാൻ പറയല്ല, തീർത്തു പറയുകയാണ്. എൻ്റെ പെങ്ങളെ ചുറ്റിച്ചാൽ ഞാൻ കത്തികേറ്റും. കനത്ത പരുക്കൻ ശബ്ദം. ചെല്ലപ്പൻ പിന്തിരിഞ്ഞു. വിഷ്ണു ഏതാനും നിമിഷം അങ്ങനെ തന്നെ നിന്നു. പിന്നെ സാവധാനം നീങ്ങി. അധ്യായം 19. ഞരമ്പുകൾ വലിഞ്ഞു പൊട്ടും വിധമുള്ള ചുമ. ഏങ്ങി വലിച്ചെടുക്കുകയാണ് പ്രാണവായു. ചുമ നിലയ്ക്കുമ്പോൾ ഞരക്കത്തോടെ അടങ്ങാതെ കിടക്കും. തൊണ്ടയിലൊരു പ്രാവ് കുറുകുന്നുണ്ടെന്ന് തോന്നും. പിന്നെയും കരൾ പറയുന്ന ചുമ തുടങ്ങും. കണ്ടു നിൽക്കുന്നവർക്കാണ് തിക്കുമുട്ടൽ. ചുമച്ച് ഭാരതി അന്തർജനത്തിൻ്റെ കണ്ണുകൾ തള്ളി. ശ്വാസം കിട്ടാതെ പുളഞ്ഞു. ശ്രീദേവി നെഞ്ഞു തിരുമ്മിക്കൊടുത്തു. കടക്കരയിൽ നിന്ന് നിത്യവും വൈദ്യർ വരുന്നു. പുതിയ കുറിപ്പടികളും കഷായങ്ങളും തയ്യാറാക്കുന്നു. അവരുടെ അസുഖത്തിനു മാത്രം കുറവില്ല. ശ്രീദേവി എപ്പോഴും അകത്തിരുന്ന് ശുശ്രൂഷിക്കുന്നു. വിഷ്ണുവും അച്ഛൻ നമ്പൂതിരിയും ഇടയ്ക്കിടെ വന്ന് നോക്കിയിട്ട് പോകും. പിടിച്ചാൽ നിൽക്കില്ലെന്ന് വൈദ്യർ പറഞ്ഞിരുന്നു. കേളുകേട്ട വൈദ്യർ. ഭാസ്കരക്കുറുപ്പിൻ്റെ മകൻ. ഭാസ്കരക്കുറുപ്പ് 10 ചേരിക്കലുമെന്നല്ല, കേരളം മുഴുവൻ കേളിതമുള്ളവനായിരുന്നു. കുറുപ്പിൻ്റെ അത്രയും വൈഭവം മകനില്ലെങ്കിലും പേര് കേട്ടവൻ തന്നെ. ആ വൈദ്യർക്ക് പറ്റാത്തത് മറ്റാർക്ക് പറ്റും? വൈദ്യരുടെ ഒറ്റമിടുക്കുകൊണ്ടാണ് ഭാരതി അന്തർജനത്തിൻ്റെ ജീവിതം നീട്ടിക്കൊണ്ടു പോകുന്നത്. ഒരു വീഴ്ചയുടെ ഫലം. കരളിനും നെഞ്ചിനുമുണ്ട് നീർക്കെട്ട്. പഴുപ്പ് അടിഞ്ഞുകൂടുകയാണ്. എത്രനാൾ നീട്ടിക്കൊണ്ടു പോകാൻ കഴിയും? അവൻ വന്നില്ലല്ലോ. വിളിച്ചിട്ടും ഭാരതി അന്തർജനം കൂടെ വിലപിക്കും. ശ്രീദേവിയോടാണ് പരാതി മുഴുവൻ. ചിലപ്പോൾ കൊച്ചുകുട്ടികളെപ്പോലെ കെഞ്ചും, പരിഭവിക്കും. ഇനി അവൻ വന്നാലും എനിക്ക് കാണണ്ട. പിന്നെ കരയുന്നത് കാണുമ്പോൾ ശ്രീദേവിക്കും സഹിക്കാൻ കഴിയില്ല. വിഷ്ണുവിനെ കൊണ്ട് എത്ര വിളിപ്പിച്ചതാണ്. എന്നിട്ടിതുവരെ ഒന്ന് വരാൻ കഴിഞ്ഞോ വിജയേട്ടന്? ശ്രീദേവിക്ക് കരയാൻ മാത്രമേ കഴിയൂ. അത്രത്തോളം നിസ്സഹായിയായിരിക്കുന്നു. അമ്മ കൂടി പോയാൽ തനിക്ക് ആരുമില്ലെന്നും അനാഥയെപ്പോലെ ആകുമെന്നും. അവൾ അമ്മയെ ആശ്വസിപ്പിക്കുക, കണ്ണീർ വാർക്കുക, അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക, ഇതാണ് വിധിച്ചിട്ടുള്ളത്. പ്രാർത്ഥന ജീവനെ പിടിച്ചു നിർത്തുമെന്ന മൂഢവിശ്വാസം കൊണ്ടല്ല. മനസ്സ് സമാധാനം കണ്ടെത്താൻ വഴി തേടുകയാണ്. നീ ഇന്ന് അമ്പലത്തിൽ പോകണ്ട, ഭാരതി അന്തർജനം പറഞ്ഞു. പോയിട്ട് എളുപ്പം വരാം. നീ വിജയൻ്റെ അടുത്ത് ചെന്ന് ഞാൻ വിളിക്കുന്നെന്ന് പറയാ. അമ്മ എന്താ ഈ പറയണത്? അച്ഛനറിഞ്ഞാൽ കൊന്നുകളയും. അത്രയല്ലേ ഉള്ളൂ. നീ പോയിട്ട് വാ. അമ്പലത്തിൽ പോയി വരണ നേരം മതിയല്ലോ. അച്ഛനറിയില്ല. അത്രയും വേണോ അമ്മേ? എന്നാൽ ചാവണേന്നറിയില്ല. എത്ര നാളായി എൻ്റെ കുട്ടിയെ കണ്ടിട്ട്. അവനെ കാണാണ്ട് ഞാൻ പോവില്ല. അമ്പലത്തിലേക്കെന്ന വ്യാജേന ശ്രീദേവി മനക്കിൽ നിന്നും ഇറങ്ങി. അവളുടെ കരൾ പിടച്ചു. അച്ഛൻ അറിയാതിരിക്കില്ല. വിജയൻ്റെ വീട്ടിലേക്ക് പോകുന്നത് എത്രയോ പേർ കാണും. മനക്കലെ പെണ്ണ് വിജയൻ മാഷ്ടെ വീട്ടിൽ വരണ കണ്ടല്ലോ എന്ന് ആരെങ്കിലും അച്യുതൻ നായരോട് അടക്കം പറയാതിരിക്കില്ല. അതോടെ തീരും. പക്ഷേ അമ്മയുടെ ആഗ്രഹം മനസ്സിലായില്ലെന്ന് വയ്ക്കാനാവുമോ? അമ്മ മരണത്തിന് തയ്യാറെടുക്കുകയാണ്. താൻ ചെന്ന് വിളിച്ചാൽ വിജയേട്ടൻ വരുമെന്നാവും അമ്മയുടെ വിചാരം. അമ്മയ്ക്ക് കഴിയുമായിരുന്നെങ്കിൽ അമ്മ പോയി കാണുമായിരുന്നു. വിജയേട്ടനെ സ്നേഹിച്ചതുപോലെ അമ്മ സ്വന്തം മക്കളെപ്പോലും സ്നേഹിച്ചിട്ടില്ല. പലപ്പോഴും വിജയേട്ടനോട് അസൂയ തോന്നിയിട്ടുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും അമ്മയ്ക്ക് കണ്ടേ തീരൂ. അതുകൊണ്ടാണല്ലോ
തന്നെപ്പോലും അങ്ങോട്ടേക്ക് പറഞ്ഞുവിടാൻ തയ്യാറായത്? മനക്കിലെ പെണ്ണുങ്ങൾ അന്യവീടുകളിൽ പോയിട്ടുണ്ടോ? അമ്മയുടെ തീവ്രമായ അഭിലാഷം 2 ജീവിതം ആർക്കുമില്ലാതെ നശിക്കുന്നതിൽ അമ്മയ്ക്ക് ദുഃഖമുണ്ട്. ഏതൊരു ആഗ്രഹത്തോടെ ഈ ബന്ധത്തിന് അമ്മ സാക്ഷി നിൽക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുവോ, അതേ ആഗ്രഹം യാഥാർത്ഥ്യത്തിന് അതീതമായി തീർന്നതിനെക്കുറിച്ച് അമ്മ പിന്നീടെത്ര വിലപിച്ചു. വിജയേട്ടൻ തന്നെ വിവാഹം കഴിച്ചു കാണണമെന്നത് അമ്മയുടെ മോഹമായിരുന്നു. പിന്നീട് അമ്മ താൻ സൃഷ്ടിച്ചതും പ്രോത്സാഹിപ്പിച്ചതുമായ ഈ ബന്ധത്തെ ഓർത്ത്, അമ്മയുടെ പങ്കിനെ ഓർത്ത് സ്വയം ശപിച്ചിട്ടില്ലേ? ആശങ്കകൾ വ്യർത്ഥമാകുന്നതുകൂടാതെ 2 ജീവിതങ്ങളും തകരുന്നത് കണ്ട് അമ്മ എത്രയോ തവണ ഉപദേശിച്ചു. മോളെ, നീ അവനെ മറന്നേക്ക്. മനസ്സുകൊണ്ടല്ല പറയുന്നത്. നീയും അവനും നശിക്കണ കാണുമ്പോൾ പറയാണ്ടിരിക്കാൻ വയ്യ മോളെ. അച്ഛൻ പറയണത് അനുസരിക്ക്. നീ അമ്മേനെ ഇനിയും ശിക്ഷിക്കാതെ. അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. നിങ്ങൾ 2 ആളും കൂടി എന്നെ ശിക്ഷിക്കുകയാണ്. വിധിക്ക് കൂട്ടുനിന്നത് ഞാനാണല്ലോ. അമ്മ എത്ര നിർബന്ധിച്ചു. വിജയേട്ടനും ഞാനും ഒന്നിക്കുകയില്ലെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. തങ്ങളുടെ പാഴാകുന്ന ജീവിതം അമ്മയെ എത്ര ദുഃഖിപ്പിച്ചു, കരയിച്ചു. താൻ വിവാഹിതയായാൽ വിജയേട്ടൻ വേറൊരു വിവാഹം കഴിച്ചുകൊള്ളുമെന്നും 2 ജീവിതങ്ങൾ രക്ഷപ്പെടുമെന്നും അമ്മ വ്യാമോഹിച്ചു. ഒരിക്കലെങ്കിലും അമ്മ സ്വസ്ഥതയും സുഖവും അനുഭവിച്ചിട്ടുണ്ടോ? ചൂരുകൾക്കിടയിൽ വേദനയേറ്റ് ഞെരിഞ്ഞുപോയ ജീവിതം. വിജയേട്ടനെ എങ്ങനെയാണ് അഭിമുഖീകരിക്കുക? എന്താണ് പറയുക? കാണുമ്പോൾ തന്നെ കരഞ്ഞു പോവില്ലേ? എത്രയോ നാളുകളായി ഒരു വാക്ക് മിണ്ടിയിട്ട്. വിജയേട്ടൻ്റെ പ്രതികരണം എന്തായിരിക്കും? എങ്ങനെ ഈ അകൽച്ചയുണ്ടായി? വിജയേട്ടനു വേണ്ടി ജനിക്കുകയും ജീവിക്കുകയും ചെയ്ത താൻ. കുറേയേറെ ഓർമ്മകളുണ്ട്. ഓർമ്മയില്ലാത്ത കാലത്തുള്ളതൊക്കെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. വിജയേട്ടന് 4 വയസ്സായപ്പോഴാണ് തൻ്റെ ജനനം. 1 വർഷത്തോളം അമ്മ തന്നെ നോക്കി. പിന്നെ വിജയേട്ടന് ഏൽപ്പിച്ചു കൊടുത്തു. മനക്കിലെ മുറികളിലും കോലായിലും പിച്ച വെച്ച് നടത്തിയതും ഉമ്മ വെച്ച് കൊഞ്ചിച്ചതും ആ 5 വയസ്സുകാരനായിരുന്നു. ചിണുങ്ങി കരഞ്ഞപ്പോൾ തൊട്ടിലാട്ടി ഉറക്കി. ആ കുഞ്ഞിക്കൈകൾ ചോറുരുളകൾ ചെറുതായി ഉരുട്ടി ചുണ്ടിൽ തിരികെ തന്നു. മിഴികൾ പൂട്ടുമ്പോഴും ചിമ്മിത്തുറക്കുമ്പോഴും സ്നേഹത്തിൻ്റെ കാവൽക്കാരനെ പോലെ ആ 5 വയസ്സുകാരനുണ്ടായിരുന്നു അരികിലെന്നും. പിന്നീട് കെട്ടിപ്പിടിച്ചുറക്കാനും ഉണർന്നു കരയുമ്പോൾ ചുമലിലേറ്റി നടുമുറ്റത്തൂടെയും വെളുംപറമ്പിലൂടെയും ചുറ്റി നടന്ന് ചുമലിൽ മൃദുവായി തട്ടി ആശ്വസിപ്പിക്കാനും പൂക്കൾ പറിച്ചു തരാനും ചുണ്ടിൽ പൂന്തേനിറ്റിച്ചു തരാനും അമ്മുക്കുട്ടിയുടെ ഉദരത്തിൽ പിറവികൊണ്ട ആ ബാലൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എത്രയെത്ര രാവുകളിൽ പകലുകളിൽ മൂളിപ്പാട്ടുകൾ പാടിത്തന്നു, കഥകൾ പറഞ്ഞു തന്നു. തനിക്കു വേണ്ടി അവൻ കളിപ്പാട്ടമായി, ആനയും കുതിരയുമായി, വീണയും നാദവുമായി. തനിക്കു വേണ്ടി അച്ഛൻ്റെ മുൻപിൽ കഴുതയുമായി. പൂക്കളെയും ഇലകളെയും അവൻ വേർതിരിച്ചു തന്നു. പാടത്തെയും വരമ്പിനെയും വേർതിരിച്ചു തന്നു. ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും വേർതിരിച്ചു തന്നു. നന്മയെയും തിന്മയെയും വേർതിരിച്ചു തന്നതും അവനായിരുന്നു. ശൈശവത്തിൻ്റെയും ബാല്യത്തിൻ്റെയും വർണ്ണശബളമയാർന്ന പൂന്തൊടികളിൽ അവനെന്നും കൂട്ടുകാരനായി അരികിലുണ്ടായിരുന്നു. തൻ്റെ കണ്ണുകൾ നനഞ്ഞപ്പോൾ അവൻ്റെ കണ്ണുകളും നനഞ്ഞു. താൻ ചിരിച്ചപ്പോൾ അവനും ചിരിച്ചു. തനിക്കു വേണ്ടി മാത്രമായിരുന്നു എല്ലാം. കുളിപ്പിച്ച് മുടി ചീകി മിനുക്കി വസ്ത്രങ്ങൾ അണിയിച്ച് ഒരു നിധി പോലെ കൊണ്ടു നടന്നു. മഴയും വെയിലും ഏൽക്കാതെ കാത്തു. ആ വിജയേട്ടൻ ഇന്നെവിടെ? എത്രയകലെ? മനസ്സുകൊണ്ട് ഒന്നിച്ചിരുന്നുണ്ടാക്കിയ കൂട് തകർന്നു. മോഹങ്ങൾ പറന്നകന്നു. വഴി പിരിഞ്ഞു. വീട് മുൻപ് കണ്ടിട്ടുണ്ടെങ്കിലും ശ്രീദേവി വേലിയരികിൽ ഒന്ന് സംശയിച്ചു നിന്നു. തോമസ് ചേട്ടൻ്റെ വീടിൻ്റെ വലതുഭാഗത്താണെന്ന് അറിയാം. വഴിക്കും വീടുകൾക്കും പണ്ടത്തേക്കാൾ മാറ്റം വന്നിരിക്കുന്നു. തോമസ് ചേട്ടൻ കടയിൽ നിന്നും ഇറങ്ങി വന്നു. എന്താ, വിജയനെ തിരക്കി വന്നതാണോ? വിജയേട്ടനുണ്ടാവോ? ഉണ്ടല്ലോ, ദാ അതുതന്നെ വീട്. തോമസ് ചേട്ടൻ വാഴക്കൂട്ടത്തിനിടയിലേക്ക് വിരൽ ചൂണ്ടി. ഞാൻ വന്ന് കാട്ടിത്തരണോ? വേണ്ട. വിശേഷിച്ചെന്തെങ്കിലും ഉണ്ടായിട്ടാണോ? ഒന്നുമില്ല. അമ്മയ്ക്ക് സുഖമില്ലാണ്ട് കിടപ്പാണ്. എന്നാൽ പൊയ്ക്കോ, വിജയൻ അവിടെ കാണും. വിജയൻ ഉണ്ടായിരുന്നു. എന്തോ വായിക്കുകയാണ്. ശ്രീദേവിയുടെ കരൾ തുടിച്ചു. അവൾ മുരടനക്കിക്കൊണ്ട് വാതിൽക്കലേക്ക് ചെന്നു. കാല് തളരും പോലെ തോന്നി. വിജയൻ മുഖം തിരിച്ചു. അത്ഭുതവും ആനന്ദവും അയാളുടെ കണ്ണുകളിൽ വിടർന്നു. പെട്ടെന്നത് മാഞ്ഞു. സ്വയം പരുക്കനാകാൻ ശ്രമിച്ചു. ഏതാനും നിമിഷങ്ങൾ ഇരുവരും പരസ്പരം നോക്കി. ശ്രീദേവി വഴിതെറ്റി വന്നതായിരിക്കും. അയാൾ വിരസതയോടെ മുഖം തിരിച്ചു. ഒരു ബീഡി കൊളുത്തി. ശ്രീദേവി വിളറി. എനിക്കിതുവരെ വഴി തെറ്റിയിട്ടില്ല. ഓ, ഞാൻ വിചാരിച്ചു. അയാൾ പുച്ഛിച്ചു. അത് അവൾക്ക് സഹിച്ചില്ല. എന്തു വിചാരിച്ചു? എന്താണ് വിചാരിച്ചത്? എനിക്ക് വഴി തെറ്റിയെന്നോ? വിജയൻ ഒന്നും മിണ്ടാതെ മേശമേൽ വിരലൊടിച്ചു. അയാൾ പെട്ടെന്ന് അസ്വസ്ഥനായി തീർന്നിരുന്നു. ശ്രീദേവി അല്പനേരം നിന്നു.
വിജയൻ മിണ്ടുന്നില്ല. കേറിയിരിക്ക് എന്ന് പോലും പറയുന്നില്ല. അയാളുടെ കണ്ണുകളിൽ കണ്ട അഹങ്കാരം അവളെ ചൊടിപ്പിച്ചു. ഒന്ന് കേറിയിരിക്കാൻ പറയാനുള്ള മര്യാദയെങ്കിലും. വിജയൻ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു. അടിച്ചുതളിയുടെ മകന് മര്യാദ അറിയുമോ? മനക്കിലെ എച്ചിൽ തിന്ന് ജീവിച്ചവന് മര്യാദ മനസ്സിലാകുമോ? ശ്രീദേവി സ്തബ്ധയായിപ്പോയി. അവൾ വീറോടെ പറഞ്ഞു, എച്ചിൽ തിന്നെങ്കിൽ അതിൻ്റെ നന്ദിയെങ്കിലും ഉണ്ടാവണം. ഈ സംസ്കാരം മനക്കിലെ എച്ചിൽ തിന്നിട്ടുണ്ടായതല്ലെന്ന് എനിക്കറിയാം. വിജയന്റെ മുഖം ചുവന്നു. അയാൾ ബീഡിക്കുറ്റി വലിച്ചെറിഞ്ഞിട്ട് മുന്നോട്ടാഞ്ഞിരുന്നു. നീ എന്നെ സംസ്കാരം പഠിപ്പിക്കാൻ വന്നതല്ലല്ലോ, ആണോ? പരസ്പരം തുറച്ചു നോക്കി. വിജയന് ക്രോധം മറയ്ക്കാൻ കഴിഞ്ഞില്ല. ശ്രീദേവിയുടെ ഗൗരവത്തിൻ്റെ മുഖം മൂടി പെട്ടെന്ന് അഴിഞ്ഞു വീണു. വിജയേട്ടൻ ആരെയാണ് പേടിപ്പിക്കുന്നത്? അവൾ വിതുമ്പി. ഈ ഒരേ ഒരാൾക്ക് വേണ്ടി മാത്രം ജീവിതം പോലും ഉപേക്ഷിച്ച പെണ്ണിനോട് വേണോ ഈ പരാക്രമം? നിറഞ്ഞു വന്ന മിഴുനീർ തുടച്ചിട്ട് പതറാതെ പിടിച്ചു നിൽക്കാൻ അവൾ ശ്രമിച്ചു. കരയുന്നത് ലജ്ജാകരമാണെന്ന് തോന്നി. വേറെങ്ങും ഇരിപ്പിടം കിട്ടാഞ്ഞല്ല ഇങ്ങോട്ട് വന്നത്. ഇവിടുന്നും കയറിയിരുന്നാൽ മോക്ഷം കിട്ടുമെന്ന വിചാരവും ഇല്ല. ശ്രീദേവി ശബ്ദം താഴ്ത്തി തുടർന്നു. അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ഇല്ലാച്ചാൽ വരില്ല. അമ്മയ്ക്ക് സുഖമില്ല. എണീക്കാൻ പോലും വയ്യാണ്ടായി. വിഷ്ണുവിനോട് എന്നും പറഞ്ഞുവിടും. ഇതുവരെ കാത്തിരുന്നു. സംസ്കാരവും മഹത്വവുമൊക്കെ വേണ്ടുമോളമുള്ള ആളിന് അമ്മയെ വന്നു കാണാൻ സന്മനസ്സുണ്ടായില്ല. അതുകൊണ്ടാണ് അമ്മ മകളെ തന്നെ വിട്ടത്. 23 കൊല്ലം ചോറ് തന്നത് അമ്മയാണെന്നുള്ള കാര്യം വിജയേട്ടൻ മറന്നെങ്കിലും അമ്മ മറന്നിട്ടില്ല. ഇന്നോ നാളെയോ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞു. വിജയൻ മുഖം താഴ്ത്തിയിരുന്നു. വേണ്ടവിധം മറുപടി കൊടുക്കാൻ കഴിയാഞ്ഞിട്ടല്ല. എന്തിനു വെറുതെ വാചക കസർത്ത്? പരസ്പരം അറിയാൻ വയ്യാത്തവരല്ല. എന്നല്ല, ഒരാൾ എന്താണെന്ന് മറ്റൊരാൾക്ക് സ്വന്തം മനസ്സിൽ ആത്മാവിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെന്തിന് നാടകം കളിക്കുന്നു? ഞാൻ അമ്മയോട് എന്താ മറുപടി പറയേണ്ടത്? എനിക്ക് ആലോചിക്കണം. അമ്മയോട് അങ്ങനെ പറയണോ? എന്തു വേണമെങ്കിലും പറഞ്ഞോളൂ. ശ്രീദേവി അയാളെ സൂക്ഷിച്ചു നോക്കി. തനിക്ക് ആള് തെറ്റിയെന്ന് അവൾക്ക് തോന്നി. ഇയാളെ മനസ്സിലാകുന്നില്ല. ഇതിനു മുൻപ് കണ്ടിട്ടില്ല. വെറും ഒരു അപരിചിതൻ. അവൾ പെട്ടെന്ന് പുറത്തേക്കിറങ്ങി നടന്നു. വീട്ടിൽ ചെല്ലുന്നതുവരെയെങ്കിലും കരയരുതെന്ന് അവൾ ആഗ്രഹിച്ചു. അധ്യായം 20. ഭാരതി അന്തർജനത്തിന്. അമ്മയ്ക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. സത്യം അറിയേണ്ടായിരുന്നുവെന്ന് അവർ ആഗ്രഹിച്ചു. ആദ്യം ശ്രീദേവി കള്ളമാണ് പറഞ്ഞത്. വിജയേട്ടനെ കണ്ടില്ല, അവിടെ ഇല്ലായിരുന്നു. നീ എന്നോട് കള്ളം പറയരുത്. ശ്രീദേവി തർക്കിച്ചു നിന്നു. കള്ളവാക്കുകളെ പുറത്തുവിടാൻ കഴിഞ്ഞെങ്കിലും കള്ളഭാവത്തെ മറയ്ക്കാൻ കഴിഞ്ഞില്ല. അവസാനം അവൾ കരഞ്ഞു. അവൻ വരില്ലാന്ന് പറഞ്ഞോ? ഇല്ല. പിന്നെ? ആലോചിക്കണമെന്ന്. ശ്രീദേവി കണ്ണീരൊഴുക്കിക്കൊണ്ട് സംഭവം മുഴുവൻ വിവരിച്ചു. അവൾ വളരെ പ്രതീക്ഷകളോടെയായിരുന്നു അവിടെ പോയത്. എന്തെല്ലാം ചോദിക്കാനുണ്ടായിരുന്നു, പറയാനുണ്ടായിരുന്നു, അറിയാനുണ്ടായിരുന്നു അവൾക്ക്. വിജയേട്ടൻ കണ്ണീർ തുടച്ച് ആശ്വസിപ്പിക്കുമെന്ന് മോഹിച്ചിരുന്നു. കുത്തി മുറിവേൽപ്പിക്കുകയല്ലേ ചെയ്തത്. ഇനി മരിച്ചാൽ മതിയെന്ന് തോന്നി. അവൻ വലിയ ആളായിപ്പോയി ഇല്ലേ മോളെ? ഭാരതി അന്തർജനത്തിൻ്റെ കൺകുഴികളിൽ നീർ നിറഞ്ഞു. അവൻ എല്ലാം മറന്നു കളഞ്ഞു. ആ ഹൃദയം വേദനയാൽ പിടയുന്നത് അവൾ അറിഞ്ഞു. ചുണ്ടുകൾ വിതുമ്പുന്നത് കണ്ടു. വിജയേട്ടനോട് ആദ്യമായി വെറുപ്പ് തോന്നി. അമ്മയെ വന്നു കാണാൻ ആലോചിക്കണമെന്ന്. വിജയേട്ടൻ്റെ മനസാക്ഷി എങ്ങനെ ഇത്ര ക്രൂരമായി? പ്രസവിച്ചില്ല എന്നല്ലേയുള്ളൂ. മക്കളേക്കാൾ സ്നേഹം നൽകി വളർത്തിയതല്ലേ 23 വർഷക്കാലം. ആ അമ്മ മരണം കാത്തു കിടക്കുകയാണെന്നറിഞ്ഞിട്ടും അമ്മ 2-3 ദിവസത്തേക്ക് ഒരക്ഷരം ഉരിയാടിയില്ല. മരുന്നല്ലാതെ മറ്റൊന്നും കഴിച്ചില്ല. ഓർത്തോർത്ത് കിടക്കവേ ആ കണ്ണുകൾ നിറഞ്ഞു കവിയുന്നു. എന്നിട്ടും അമ്മയ്ക്ക് സ്നേഹമേ ഉള്ളൂ. മരിക്കുന്നതിനു മുൻപ് വിജയേട്ടനെ ഒന്ന് കാണാൻ പറ്റില്ലല്ലോ എന്ന വിലാപമേ ഉള്ളൂ. അമ്മ നിസ്സഹായതയോടെ കണ്ണീരോടെ തന്നെ നോക്കുമ്പോൾ മനസാക്ഷി ഉപേക്ഷിച്ചു കളഞ്ഞ ആ മനുഷ്യനെ എങ്ങനെ വെറുക്കാതിരിക്കും, പഴിക്കാതിരിക്കും? താൻ വിജയേട്ടൻ്റെ വീട്ടിൽ പോയെന്നറിഞ്ഞപ്പോൾ അച്ഛനുണ്ടാക്കിയ കോലാഹലം. വീട് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമെന്ന് തോന്നി. തല്ലിയില്ലെന്ന് മാത്രം. അമ്മയുടെ മരണക്കിടക്കയിൽ വെച്ച് വേണം വിജയേട്ടൻ അച്ഛനോട് വാശി തീർക്കാൻ. എല്ലാം വെറുതെയായിരുന്നുവെന്ന് ശ്രീദേവിക്ക് തോന്നി. ഇതുവരെയുള്ള കാത്തിരിപ്പ്, പ്രതീക്ഷ, സ്നേഹം, ജീവിതം എല്ലാം അതൊന്നിനും അർത്ഥമില്ല. ശൂന്യതയുടെ നിഗൂഢമായ ചുഴികളിലേക്ക് അവളുടെ മനസ്സ് ചുറ്റഴിഞ്ഞു വീണു. നിരർത്ഥകമായ എന്തിനോ വേണ്ടി സർവവും തുലച്ചു കളഞ്ഞുവെന്ന് തോന്നി. തനിക്ക് വേണ്ടിയല്ല, ഏതോ അപരിചിതനു വേണ്ടി. അതങ്ങനെ പോയി. ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു വീട് അവൾ മനസ്സിൽ ദർശിച്ചു. അതിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ വിറങ്ങലിച്ചു കിടക്കുന്ന മൃതശരീരങ്ങൾ, മോഹങ്ങൾ. പുകച്ചുറ്റിയ മുറിക്കുള്ളിൽ അവൾ പകച്ചിരുന്നു. വിജയന് ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞില്ല.
ശ്രീദേവി വന്നു പോയപ്പോൾ മുതൽ അയാൾ അസ്വസ്ഥനായിരുന്നു. താൻ ചെയ്തത് ശരിയായില്ലെന്ന ബോധ്യമുണ്ട്. ഒപ്പം അത് പോരായിരുന്നു എന്നൊരു പകയും. എല്ലായ്പ്പോഴും ആശിച്ചിരുന്നത് മറ്റൊന്നാണ്. ഇരുകൈയും നീട്ടി സ്വീകരിക്കുക, ചേർത്തണച്ച് മൂർധാവിൽ ചുണ്ടമർത്തി നിൽക്കുക. എത്രയധികം ആശയോടെ ഓടി വന്നവളാണ്. ഒരാശ്വാസവാക്ക് കേൾക്കാൻ, ഒരു തലോടലേൽക്കാൻ, നെഞ്ചിൽ വീണ് കരയാൻ. ആ കണ്ണീരൊപ്പി സാന്ത്വനപ്പെടുത്തണമെന്നും ധൈര്യവും തൻ്റെടവും പകരണമെന്നും സ്നേഹത്തിൻ്റെ ഈടുവയ്പ്പിന് മുതൽ കൂട്ടണമെന്നുമാണ് ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ചത്. അത് മനസ്സിൽ മൂടിവെച്ചിട്ട് അമ്മാവനോടുള്ള പകയ്ക്ക് കരുവാക്കാൻ തോന്നിയത് അവളെ ഒന്നും മനഃപൂർവ്വം വേണമെന്ന് തീരുമാനിച്ചതല്ല. ശപിക്കപ്പെട്ട ജന്മം തന്ന അപമാനം ജാസ്തിയാണ്. ശ്രീദേവി തന്നേക്കാൾ ദുഃഖിക്കുന്നുവെന്നും സ്നേഹവും കാരുണ്യവും അർഹിക്കുന്നുവെന്നും ഒരു സാന്ത്വനവും തലോടലും യുഗങ്ങളോളം സ്നേഹിച്ചു കാക്കാൻ അവളെ പ്രേരിപ്പിക്കുമെന്നും അറിയാഞ്ഞിട്ടല്ല. അവൾ വേദനിച്ചാവും പോയത്. വീട്ടിൽ ചെന്നപാടെ വീണുകിടന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ടാവും. ഇവിടെ താൻ പ്രതികാരത്തിൻ്റെ വേദന അനുഭവിക്കുന്നു. അത് വേണ്ടത് അവളോടായിരുന്നില്ല. അടിച്ചു തൽക്കാരിയുടെ മകനു വേണ്ടി ജീവിതം പണയം വെച്ചവളല്ലേ അവൾ. അമ്മാവനോടുള്ള പക ആരോടെങ്കിലും തീർക്കണ്ടേ? അമ്മയെ കാണാൻ പോകണമോ? ദിവസങ്ങളോളം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മനയ്ക്കൽ കാലുകുത്തുകയില്ലെന്ന് ശപഥം ചെയ്തതാണ്. മറ്റെവിടെയെങ്കിലുമായിരുന്നു അമ്മയെങ്കിൽ പറന്നെത്തുമായിരുന്നു. വളരെ മുൻപേ കൂട്ടിക്കൊണ്ടുവന്ന് കൂടെ താമസിപ്പിക്കുമായിരുന്നു. അമ്മ കരുതുന്നുണ്ടാവും താൻ കാലത്തെയും തന്നെ തന്നെയും മറന്നുവെന്ന്, ഹൃദയത്തിലെ സ്നേഹത്തിൻ്റെ ഉറവ് പറ്റിയെന്ന്, മനസാക്ഷിയും ദയയുമില്ലാത്ത ക്രൂരനായി പോയെന്ന്. അപമാനത്തിൻ്റെ ചെളിക്കുണ്ടിലേക്ക് അമ്മാവൻ ചവിട്ടിത്താഴ്ത്തിയ ചിത്രം മനസ്സിലുണ്ട്. അമ്മാവനെ അനുസരിച്ചാണ് വളർന്നത്. ആത്മാർത്ഥമായി സഹകരിച്ചിരുന്നു. പ്രായമായപ്പോൾ മുതൽ അച്യുതൻ നായരോടൊപ്പം പാടത്തും പറമ്പിലും പകലുകൾ ചെലവഴിച്ചു. തിന്ന ചോറിന് നന്ദിയും കൂറും കാണിച്ചു. എന്നിട്ടും ആ ദിവസം ഒരിക്കലും മറക്കുകയില്ല. മനസ്സിന് തീപിടിച്ച ദിവസം. ശ്രീദേവിക്ക് സംബന്ധാലോചനകൾ വരുന്നത് അറിയാമായിരുന്നു. ശ്രീദേവി എല്ലാം നിരുത്സാഹപ്പെടുത്തിയപ്പോഴും അമ്മാവൻ സത്യം അറിഞ്ഞില്ല. നെഞ്ചിൽ മുഖം പൂഴ്ത്തി നിന്ന് ശ്രീദേവി എത്രയോ തവണ മന്ത്രിച്ചിരുന്നു. ഞാനെന്നും വിജയേട്ടൻ്റേതാണ്. മറിച്ച് ചിന്തിച്ചില്ല. എന്നാൽ ചെറുത്തു നിൽക്കാനല്ലാതെ എതിർത്ത് തോൽപ്പിക്കാനുള്ള ചങ്കൂറ്റം അവൾക്കുണ്ടായിരുന്നില്ല. പാലക്കാട്ടെ ചാർച്ചക്കാരാണ് മിത്രൻ നമ്പൂതിരിയുടെ മകൻ്റെ സംബന്ധാലോചന കൊണ്ടുവന്നത്. ആളൊരു പൊന്നു വിഗ്രഹം. പാടങ്ങളും തോപ്പുകളും, രാജവംശം, പൊന്നു തിരുമേനിയുടെ ചാർച്ചക്കാർ, നല്ല തറവാട്, നല്ല മനുഷ്യർ, നല്ല സ്വത്ത്. ആ ബന്ധം രാജപദവിക്ക് തുല്യമായി അമ്മാവൻ കണക്കിലെടുത്തു. യാതൊരു പിഴയും കണ്ടെത്താനാവാതെ ആലോചന ശ്രീദേവി ഓരോ കുറ്റങ്ങൾ കണ്ടുപിടിച്ചുവെങ്കിലും അമ്മാവന് അത് നടത്തിയേ ഒക്കൂ എന്നായി. അച്യുതൻ നായരോട് പറയുന്നത് കേട്ടു. അവർ സ്വത്തൊന്നും നോക്കണില്ലാത്രേ, ആഠ്യത്വമേ വേണ്ടു. പിന്നെ കുട്ടി. ശ്രീദേവിയെ ആർക്കാ പിടിക്കായിക? വന്നോർക്കെല്ലാം ബോധിച്ചിരുന്നില്ലേ? അവളല്ലേ എല്ലാം തട്ടിക്കളഞ്ഞ്. അത് നന്നായി കേട്ടോ. ഇല്ലാച്ചാല് ഇത്രയും നല്ല ഒരു ബാന്ധവം കിട്ടുമായിരുന്നോ? വേണ്ടാന്നുള്ള അവളുടെ വാശിയൊന്നും ഈ വേള വകവയ്ക്കില്ല. ഇത് കുട്ടിക്കളിയാണോ? ഹൃദയത്തിന് ഭയങ്കരമായ ആഘാതമേറ്റു. ജീവിക്കുകയാണെന്ന് തോന്നിയില്ല. അമ്മ അമ്മാവനോട് ചോദിക്കുന്നത് കേട്ടു. പാലക്കാട്ടുകാര് നാളെ വരുമെന്നല്ലേ കേട്ടത്? നാളെ ഉച്ചയാകുമ്പോൾ വരും. ശ്രീദേവിയോട് ഒരു വാക്ക് ചോദിക്കാറുന്നില്ലേ? എന്തപ്പോൾ പറ്റിയേ? നാളെയല്ലല്ലോ വേളി. എന്നാലും അവളുടെ സമ്മതം കൂടെ. അതിനുള്ള നേരമായില്ല. അവർ വന്ന് കണ്ടിട്ടായിക്കോട്ടെ. അവർക്കവളെ ബോധിച്ചാൽ ഇതങ്ങോട്ട് നടക്കുന്നേ വിചാരിച്ചോളൂ. അവൾക്കിത് വേണ്ടെന്ന് തന്നെയാ പറയണേ. എപ്പോഴും കരച്ചിലും പിഴിച്ചിലും. അതൊക്കെ അങ്ങനെയാ. അവൾക്ക് എന്താത്ര പിടിക്കായിക? തൂക്കിക്കൊല്ലാനല്ലല്ലോ പോണേ, ആണോ? രാത്രിയിൽ 3 പേർ ഉറങ്ങാതെ മുറിയിൽ ഒന്നിച്ചുകൂടിയിരുന്നു. ശ്രീദേവിയുടെ കണ്ണീർ തുറന്നിരുന്നില്ല. എന്താ വിജയ ചെയ്യുക? ഇത് നടക്കുക ചെയ്യും. അമ്മ ഉത്കണ്ഠയോട് ചോദിച്ചു. ഞാൻ ചത്തുകളയും, തീർച്ച. ശ്രീദേവി തേങ്ങി. നിനക്കും പിടിച്ചോ പ്രാന്ത്? മേലിൽ ഇത്തരം വഴക്ക് പറയരുത്. അമ്മയുടെ ശാസന. ഞാൻ ജീവിച്ചിരിക്കില്ല, നിശ്ചയം. ഒരു തീരുമാനത്തിലെത്താതെ പിരിഞ്ഞു. ഉറങ്ങാത്ത രാത്രി. സ്വയം ബലി കൊടുക്കാമെന്ന് തീരുമാനിച്ചു. മനസ്സും ചോരയും തണുത്തു മരവിച്ചു. ശ്രീദേവി കടന്നു വന്നതുപോലും അറിഞ്ഞില്ല. അവൾ വിളിച്ചപ്പോൾ ഞെട്ടി. അവൾ അരികിലിരുന്നു. നീ ഉറങ്ങിയില്ലേ? നേർച്ച ചോദ്യം. ഇതെല്ലാം അറിഞ്ഞിട്ട് ഉറങ്ങണ പെണ്ണാണെന്ന് കരുതിയോ? നമുക്കെന്ത് ചെയ്യാൻ കഴിയും? ഒളിച്ചോടാൻ നിനക്ക് കരുത്തില്ലാലോ. വേളിയിടന്ന് കുളത്തിൽ പൊങ്ങും ശ്രീദേവിയുടെ ശവം. എനിക്ക് എത്രയും കഴിയും. ചുണ്ടി വന്നു. വേറെ വല്ലതും പറയാനുണ്ടോ? വേറെ ഒന്നുമില്ല. അച്ഛൻ തന്നെ തോൽക്കും, തീർച്ച. ആത്മഹത്യ ചെയ്ത് അച്ഛനെ തോൽപ്പിക്കാം. ജീവിതത്തെക്കുറിച്ചല്ലല്ലോ ശ്രീദേവി പറയുന്നത്, ആണോ? ഒന്നും ഞാൻ പറയാം. വിജയേട്ടനല്ലാതെ എന്നെ ആരും വിവാഹം ചെയ്യില്ല.
19 വർഷത്തെ സ്നേഹം ഞാൻ ബലി കൊടുക്കില്ല. അതിനു മുൻപ് ഞാൻ മരിക്കും. ഒരു മണ്ടിപ്പെണ്ണിനെ പോലെയല്ല ഞാൻ പറയുന്നേ. ഞാൻ കുളത്തിൽ. അവളുടെ വായ് പൊത്തി വാരിയണച്ച് നെഞ്ചിൽ കിടത്തി. അവൾ തേങ്ങിക്കരഞ്ഞുകൊണ്ടിരുന്നു. പിറ്റേന്ന് പാലക്കാട്ടുകാർ എത്തി. അവരെ കണ്ടപ്പോൾ മുതൽ നെഞ്ചു കത്തുകയായിരുന്നു. സർവവും നഷ്ടപ്പെടുന്നു. ശ്രീദേവി അവരുടെ മുന്നിൽ തല കാണിച്ചപ്പോൾ അമ്പരന്നുപോയി. കലങ്ങിയ കണ്ണുകൾ, നീർച്ചാൽ ഒലിച്ച മുഖം, അഴിഞ്ഞൊലിഞ്ഞ മുടി, മുഷിഞ്ഞുടിഞ്ഞ പുടവകൾ. അവളുടെ ഭാവം പക്ഷെ ദൃഢമായിരുന്നു. അത് ഉഗ്രമായ ഒരു തീരുമാനത്തെ ഉൾക്കൊണ്ടിരുന്നു. ഒരു പാറയുടെ കാഠിന്യം അത് അവകാശപ്പെടുന്നുണ്ടെന്ന് തോന്നി. അവൾ വെട്ടിത്തുറന്നു പറഞ്ഞപ്പോൾ മനയ്ക്കൽ ഇടിമുഴങ്ങി. എനിക്ക് ഈ സംബന്ധാലോചന ഇഷ്ടമില്ല. അമ്മാവൻ്റെ മുഖത്തെ ചോര വാർന്നുപോയി. സംബന്ധാലോചനയ്ക്ക് വന്നവർ അന്താളിച്ചിരുന്നു. ശ്രീദേവി പിൻവാങ്ങി. തനിക്ക് ചിരിക്കണമോ കരയണമോ ഏതാണ് വേണ്ടതെന്ന് അറിഞ്ഞുകൂടായിരുന്നു. മിത്രൻ നമ്പൂതിരിപ്പാടും പരിവാരങ്ങളും അമ്മാവനെയും മറ്റും ആവോളം ചീത്ത പറഞ്ഞ് പിണങ്ങിയാണ് ഇറങ്ങിപ്പോയത്. ഇല പോലും അനങ്ങാത്ത വിധമുള്ള നിശ്ചലത. ഭയങ്കരമായ എന്തെങ്കിലും എല്ലാവരും പ്രതീക്ഷിച്ചു. അമ്മാവൻ മുറിവേറ്റ വ്യാഘ്രത്തെപ്പോലെ അലറിക്കുതിച്ചതും പൂമുഖത്തേക്ക് വലിച്ചിഴച്ചതുമെല്ലാം ഇപ്പോഴും കണ്ണിൽ കാണുന്നു. ഇരുചെന്നികളിലും അടിപൊട്ടി. തലങ്ങും വിലങ്ങും പ്രഹരിച്ചു. ചവിട്ടിത്തള്ളിയപ്പോൾ അമ്മ ഓടിച്ചെന്നു. അമ്മയ്ക്കും കിട്ടി പ്രഹരം. മൂദേവി. അമ്മാവൻ്റെ ഗർജനം. ശ്രീദേവി കരഞ്ഞില്ല. വജ്രതുല്യമായ കഠിനതയോടെ അജഞ്ജലിയായി നിന്നു. കൊന്നു കുളത്തിൽ മൂടുക വേണ്ടേ? അമ്മാവൻ അലറി. അതാണച്ചാ എനിക്കുമിഷ്ടം. മിണ്ടരുത്. അമ്മാവൻ കടപ്പല്ല് ഞെരിച്ചു. എങ്ങനെ അവൾക്കത് പറയാൻ തൻ്റെ ഇടം കിട്ടിയെന്ന് അത്ഭുതപ്പെടുകയാണ് ഇന്നും. അതുപോലൊരു സന്ദർഭവും നിമിഷവും ഇനിയൊരിക്കലും ലഭിക്കുകയില്ലെന്ന് അവൾക്ക് തോന്നിയിരിക്കാം. അവൾ സ്വയം വിസ്മരിച്ചിരുന്നിരിക്കാം. സുബോധം നശിച്ചിരിക്കാം. അച്ഛൻ എനിക്ക് വേണ്ടിയിട്ട് ഇനി സംബന്ധം ആലോചിക്കേണ്ട. എനിക്ക് പൊന്നും പണവും പാടവും പറമ്പും വേണ്ട. ഞാൻ വേളി കഴിക്കണമെന്ന് വെച്ചാൽ ഇവിടുത്തെ വിജയേട്ടനെ മതി. അല്ലെന്നാൽ മരിക്കണതാ എനിക്കിഷ്ടം. രണ്ടിലേതെങ്കിലും ഒന്നല്ലാതെ നടക്കില്ല. ജീവനും ചലനങ്ങളും നിലച്ചുപോയ നിമിഷങ്ങൾ എല്ലാം പൊട്ടിത്തെറിച്ച് പൊളിഞ്ഞു തകരുമെന്ന് പ്രതീക്ഷിച്ചു. എന്തൊരു നിശബ്ദതയായിരുന്നു. അമ്മാവൻ്റെ മുഖം കലങ്ങി പകച്ചു. ഒരക്ഷരം ഉരിയാടിയില്ല. 2 ചുവട് പിന്നോക്കം നീങ്ങി. നേരെ ചാവടിയിലേക്ക് പോയി. ഒരു കലക്കം പ്രതീക്ഷിക്കുകയായിരുന്നു. പൊട്ടാൻ പോകുന്ന ഉരുക്ക് കമ്പിയുടെ വലിച്ചിലുള്ള നിമിഷങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. അധ്യായം 21. നടവരമ്പിലൂടെ മനക്കിലേക്ക് നടക്കുമ്പോഴും വിജയൻ ഒരു തീരുമാനത്തിലെത്തിയിരുന്നില്ല. അറച്ചറച്ചാണ് പാദങ്ങൾ മുൻപോട്ട് വയ്ക്കുന്നത്. ആരോ പിന്നോട്ട് വലിക്കുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നിയിരുന്നു. പോകണോ വേണ്ടയോ എന്ന സംശയം ഇനിയും ബാക്കി നിൽക്കുന്നു. അമ്മയെ കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ പഴയ ശബ്ദം. വിജയേട്ടനെ മാത്രമേ വേളി കഴിക്കൂവെന്ന് ശ്രീദേവി അമ്മാവനോട് തുറന്നു പറഞ്ഞ ശപിക്കപ്പെട്ട ദിനം. അപമാനിതനായി ഇറങ്ങിപ്പോന്ന ദിനം. ഒരു ഇടിമുഴക്കം പ്രതീക്ഷിച്ചുകൊണ്ട് നിമിഷങ്ങൾ എണ്ണുകയായിരുന്നു. ചാവടിയിൽ നിന്ന് അത് കേൾക്കുന്ന നിമിഷത്തിനായി തൂക്കിലേറ്റപ്പെടാൻ പോകുന്ന കുറ്റവാളിയെപ്പോലെ നിന്നു. അമ്മാവനൊരു നാടകം തയ്യാറാക്കുകയായിരുന്നു. അമ്മാവൻ സംഭാഷണങ്ങൾ രചിച്ചു. അരങ്ങൊരുങ്ങി. ഓരോ വാക്കിലും ക്രൂരതയും കൃത്രിമത്വവും ചുവച്ച ഹാസ്യാംഗം. അമ്മാവൻ പുറത്തു കിടന്ന് കോലായിലൂടെ ഉലാത്തുന്നത് കണ്ടു. വിജയ. ശാന്തവും എന്നാൽ ക്രൂരവുമായ വിളിയൊച്ച. മെല്ലെ പൂമുഖത്തെത്തി തൂണിൽ ചാരി നിന്നു. അമ്മാവൻ അത് കണ്ടില്ലെന്ന് ഭാവിച്ചുകൊണ്ട് കൈകൾ പുറകിൽ പിണച്ചുകെട്ടി സിംഹത്തിൻ്റെ തലയെടുപ്പോടെ മുന്നിലൂടെ പലചാൽ നടന്നു. വാക്കുകളൊക്കെ തിട്ടപ്പെടുത്തുകയായിരുന്നിരിക്കണം. നിനക്ക് ശ്രീദേവിയെ സ്നേഹാണോ? നടന്നുകൊണ്ടാണ് ചോദിച്ചത്. ചോദിച്ചത് കേട്ടോ? കേട്ടു. ഉത്തരം? അതെ. അടിപൊട്ടുമെന്ന് കരുതി. എന്നാൽ ഇത് പ്രതീക്ഷിച്ചിരുന്നു എന്ന മട്ടിൽ അമ്മാവൻ ശാന്തനായി കാണപ്പെട്ടു. ആ ശാന്തതയായിരുന്നു ഭയാനകം. നിനക്കവളെ വേളി കഴിക്കണോ? മലച്ചുപോയി. പരീക്ഷിക്കാനുള്ള ചോദ്യമാണെന്നറിയാം. മറുപടിക്ക് അർത്ഥമില്ല. വീണു കിട്ടിയ അവസരമാണ്. തൻ്റെ ഇടത്തോടെ പറയണം. വേണം. പിന്നെയും നിശബ്ദത. വീർത്തൊഴുകി തുടങ്ങി. രക്തമാകെ പെരുത്തു കഴിഞ്ഞു. ശ്രീദേവി ആരാണെന്ന് നിനക്കറിയോ? അറിയാം. ആരാ? അമ്മാവൻ്റെ മകൾ. അല്ല, മേലംകുളത്ത് മനക്കിലെ ശങ്കരൻ നമ്പൂതിരിയുടെ മകൾ. അതിൽ എല്ലാം അടങ്ങിയിരുന്നു. എല്ലാം. നീ ആരാ? ചുവടും മനസ്സും പതറി. പറയടാ, നീ ആരാ മേലംകുളത്ത് മനക്കൽ? ആരാണെന്നാണ് നീ വിചാരിക്കുന്നത്? വിളറി നിന്നു. ശ്വാസം നിലച്ച പോലെയായി. നിനക്ക് ബോധ്യമുണ്ടാവുമെന്ന് ഞാൻ കരുതി. നിനക്കറിയാം. അതുപോരാ. അറിയണതും ബോധ്യമുണ്ടാവുന്നതും രണ്ടും രണ്ടാണ്. അമ്മാവൻ്റെ സ്വരം ശാന്തവും ദൃഢവുമായിരുന്നു. അദ്ദേഹം തൊട്ടുമുൻപിൽ വന്നു നിന്നു. ബോധ്യമില്ലെങ്കിൽ പറയാം. മേലംകുളത്ത് മനക്കൽ അടിച്ചു തളിക്ക് നിന്ന അമ്മുക്കുട്ടിയുടെ വയറ്റിൽ പിഴച്ചുണ്ടായ സന്തതിയാണ് നീ. കഴിഞ്ഞ 23 വർഷമായിട്ട്
മനക്കിലെ എച്ചിൽ തിന്നു വളർന്നു വന്ന പട്ടിയാണ് നീ. ഇനി പറയടാ, ശങ്കരൻ നമ്പൂതിരിയുടെ മകളെ നിനക്ക് സ്നേഹിക്കണോ? തന്തയാരെന്ന് തിട്ടമില്ലാത്ത നിനക്ക് മനക്കിലെ ആത്തോലിനെ വേളി കഴിക്കണോ? നിന്നെ തല്ലിയിറക്കി വിടേണ്ടതാണ്. ഞാനത് ചെയ്യുന്നില്ല. പക്ഷേ ശ്രീദേവിയെ മോഹിച്ച് നീ ഇവിടെ കഴിയില്ല. പുറത്തേക്കാണ് നിനക്കുള്ള വഴി. അമ്മാവൻ്റെ മുമ്പിൽ നിന്ന് കരയരുതെന്ന് മാത്രം ആഗ്രഹിച്ചു. ഇനി ഞാനൊരു നായയെ വളർത്തും. ചൂടുറിക്കാതെ പത്തായപ്പുരയിലെത്തിയത് ഓർമ്മിക്കുന്നു. കണ്ണിൽ പുക ചുറ്റി. മുൻപിൽ ഇരുട്ട് ചുഴിയിട്ട് കറങ്ങിയിരുന്നു. അമർത്തിവെച്ച ദുഃഖം അണപൊട്ടിയൊഴുകി. ചുമരിൽ തലയുരുട്ടി ഒരു പെണ്ണിനെപ്പോലെ കരഞ്ഞു. കൺമുൻപിൽ പായൽ പിടിച്ച കുളം വട്ടം കറങ്ങി. അമ്മയും ശ്രീദേവിയും ഓടിയെത്തി. മോനെ, നീ ഇങ്ങോട്ട് നോക്ക്. ഞാനല്ലേ പറയുന്നത്. നീ കാര്യമായിട്ടെടുക്കണ്ട. നീ എങ്ങും പോവുകയില്ല. നിന്നെ ആരും ഇറക്കി വിടുകയില്ല. അമ്മ ഗാഢമായി ആശ്ലേഷിച്ചു. ഉമ്മകൾ തന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു, ഒരു കൊച്ചുകുട്ടിയെപ്പോലെ. അമ്മയും കരയുന്നുണ്ടായിരുന്നു. ശ്രീദേവിയുടെ കരച്ചിൽ കേട്ടിരുന്നോ? സന്ധ്യയ്ക്ക് മുൻപ് തന്നെ തീരുമാനിച്ചു. ഒന്നും കൊണ്ടുപോരാനുണ്ടായിരുന്നില്ല. ഉടുതുണിയൊഴികെ. ഒരു തൻ്റെടം അനുഭവപ്പെട്ടിരുന്നു. ഓരോ രക്തകണികയിലും തൻ്റെടം പ്രവർത്തിച്ചു. അമ്മയുടെ കാല് തൊട്ട് വന്നിച്ചു. ഇതുവരെ എൻ്റെ വീടാണെന്ന് കരുതി. ഇപ്പോൾ മനസ്സിലായി ഞാനൊരു നായ ആയിരുന്നെന്ന്. ഞാൻ പോകട്ടെ അമ്മേ. അമ്മ തന്നെ ചുറ്റിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞതും എന്തെല്ലാമോ പുലമ്പിയതും ഓർക്കുന്നു. ബലമായി പിടിവിടുവിച്ചു. എൻ്റെ അമ്മ മരിച്ച കുളത്തിൽ എന്നെയും കെട്ടിത്താഴ്ത്താൻ അമ്മയ്ക്കെന്നെ അനുവദിക്കാമായിരുന്നു. എങ്കിലും അമ്മയോടെനിക്ക് നന്ദിയും സ്നേഹവും കടപ്പാടുമുണ്ട്. ശ്രീദേവിക്ക് കരച്ചിലിനിടയിൽ പറഞ്ഞതൊന്നും കേൾക്കാൻ കഴിഞ്ഞിരിക്കില്ല. എങ്കിലും പറഞ്ഞു, ഇപ്പോൾ ഞാൻ വിളിക്കുന്നില്ല. എന്നെങ്കിലും ഞാൻ വിളിച്ചാൽ നീ വരുമെന്ന വിശ്വാസത്തോടെ പോവുകയാണ്. പൂമുഖത്തേക്ക് കിടന്നപ്പോൾ രണ്ടാളുടെയും രോദനം നേർത്ത് കേൾക്കാമായിരുന്നു. അമ്മാവൻ്റെ മുന്നിൽ വന്നു. അമ്മാവ, 23 കൊല്ലം മനക്കിലെ എച്ചിൽ തിന്ന് പട്ടിയെപ്പോലെ ജീവിക്കേണ്ടി വന്നു. അത് എൻ്റെ തെറ്റല്ല. അമ്മാവന് നേരത്തെ പറയാമായിരുന്നു. എനിക്ക് കഴിയും പോലെ ബുദ്ധി കൊണ്ടും ശരീരം കൊണ്ടും അമ്മാവനെ സഹായിച്ചിട്ടുണ്ട്. ഞാനൊരു മടയനെപ്പോലെയല്ല ഇറങ്ങിപ്പോണതെന്ന് അമ്മാവൻ കരുതിക്കോളൂ. നാടുവിട്ടു പോകണമെന്നാണ് വിചാരിച്ചത്. തോമസ് ചേട്ടൻ അഭയം തന്നു. അദ്ദേഹം എല്ലാം ചോദിച്ചറിഞ്ഞിട്ട് പറഞ്ഞു, പോകരുത് എങ്ങും. നിനക്ക് ബുദ്ധിയും ആരോഗ്യമില്ലേ? അതുമതി പാലത്തുരത്തിൽ ആണായിട്ട് ജീവിക്കാൻ. നീ ആരെ തോൽപ്പിക്കാനാ നാടുവിടുന്നത്? നിന്നെ ഓർത്ത് 2 സ്ത്രീകൾ അവിടെ കഴിയുന്നില്ലേ? അവരെ തീ തീറ്റണോ? അവരെന്ത് തെറ്റ് ചെയ്തു? സ്നേഹിച്ചതാണോ തെറ്റ്? ഈ പാലത്തുരത്തിൽ തന്നെ നീ ഉണ്ടെന്നറിയുമ്പോൾ അവർക്ക് എന്ത് സന്തോഷമായിരിക്കും, സമാധാനമായിരിക്കും. കടയിൽ ജോലി തന്നു, ഭക്ഷണം തന്നു, കിടപ്പിടം തന്നു, നഴ്സറി സ്കൂൾ ആരംഭിക്കാനുള്ള സഹായം. നല്ല മനുഷ്യരെല്ലാം വലിപ്പച്ചെറുപ്പമോ ജാതിഭേദമോ നോക്കാതെ സഹായിച്ചു. ചെറിയ മനുഷ്യരുടെ കൂടെയാണ് നിന്നത്. അവർക്കു വേണ്ടി അമ്മാവനോട് പടവെട്ടി. അവർ എന്നും കൂടെയുണ്ടായിരുന്നു. ഇന്ന് വീണ്ടും ഈ പടി കയറുകയാണ്. പടിപ്പുരയ്ക്ക് താഴെ കല്ലുതുക്കിൽ സംശയിച്ചു നിന്നു. വർഷങ്ങൾക്ക് ശേഷം വിജയൻ പടിപ്പുര കടന്നു. ചുറ്റും നോക്കിക്കൊണ്ട് നടന്നു. പൂമുഖക്കോലായുടെ അങ്ങേയറ്റത്ത് ചാരുകസാലയിൽ അമ്മാവൻ വിശറി വീശിക്കൊണ്ടിരിക്കുന്നു. വിജയനെ കണ്ട് നമ്പൂതിരിപ്പാട് മുമ്പോട്ടെന്നാഞ്ഞു. വിജയൻ ജ്വലിക്കുന്ന ഒരു നിഴൽ പോലെ കയറിപ്പോകുന്നത് അദ്ദേഹം നോക്കിയിരുന്നു. ചലിക്കാനോ ശബ്ദിക്കാനോ കഴിയാതെ. വിജയൻ നടുമുറ്റം കടന്ന് വടക്കിനിക്കോലായിലെത്തി. ജോലിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാണായി. വിജയന് കോരിത്തരിച്ചിരുന്നു. 23 വർഷമായി കണ്ടും കേട്ടും കൊണ്ട് കയറിയിറങ്ങിയ കെട്ടിലകം, തൂണുകൾ, ചുവരുകൾ, ഓരോ കഴുക്കൂലും വരെ സുപരിചിതം. ഒന്നിനുമില്ല മാറ്റം. ഉള്ളിൽ തേരൊലികൾ, കുളമ്പടികൾ, അനുഭൂതികളുടെ. ഹൃദയത്തിന് ശീതളിമ. എവിടേക്കോ താണു പോവുകയാണ്. കാലത്തിൻ്റെ മണിനാദങ്ങൾ മുഴങ്ങുന്നു, പ്രതിധ്വനിക്കുന്നു. ഹൃദയം പൂക്കുന്നതിന് ആരോട് നന്ദി പറയും? കാലത്തിനോട്, മനസ്സിനോട്. അമ്മയുടെ മുറിയിലേക്ക് കാൽ വെച്ചപ്പോൾ തരിച്ചുപോയി. താൻ ആളായത് ഇവിടെ, ഈ മുറിയിൽ കൈകാലിട്ടടിച്ച് കരഞ്ഞ് പിച്ച വെച്ച്. അമ്മ തന്ന അന്നമുണ്ട്. അമ്മയുടെ മാർച്ചൂടേറ്റുറങ്ങി. ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റ ശ്രീദേവിക്ക് അത് സത്യമാണെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വിജയൻ കട്ടിലിനരികിൽ ചെന്നു നിന്നു. അമ്മയുടെ മുഖത്തേക്ക് നോക്കി. ചുക്കിച്ചുളിഞ്ഞുപോയ ഒരു മാംസപിണ്ഡം. നിസ്സഹായതയും ദൈന്യതയും നിഴലിക്കുന്ന രൂപം. അമ്മയുടെ കണ്ണുകൾ ചരൽക്കല്ലുപോലെ നിശ്ചലമായി അയാളുടെ മുഖത്ത് തറഞ്ഞു നിന്നിരുന്നു. കണ്ണും മുഖവും മരവിച്ചതുപോലെ തോന്നിയിരുന്നു. നിമിഷങ്ങളും മരവിച്ചു. കാലം സ്തംഭിച്ചിട്ട് പുറകോട്ട് തിരിയാൻ തുടങ്ങിയതായി വിജയന് അനുഭവപ്പെട്ടു. അമ്മയുടെ ചുണ്ടുകൾ വിറച്ചു. നീയൊരു കൊട്ടാരം പണിതൂല്ലേ? എൻ്റെ മോൾക്ക് കയറാൻ വയ്യാത്ത കൊട്ടാരം. അവർ വിതുമ്പുകയായിരുന്നു. നീയൊരു രാജാവായിപ്പോയി, വലിയ രാജാവ്. അവർ കരഞ്ഞുപോയി, പിഞ്ചു കുഞ്ഞിനെപ്പോലെ. വിജയൻ കട്ടിലിനരികിൽ മുട്ടുകുത്തി.
നീ വരൂന്ന് എനിക്കറിയായിരുന്നു. ഞാൻ ചാവുമ്പോഴെങ്കിലും. അമ്മേ. കാറ്റുപോലെ അയാളുടെ ശബ്ദമൊഴുകി. ശുഷ്കിച്ച കൈകളെടുത്ത് അയാൾ കവിളിൽ ചേർത്ത് വെച്ചു. ചുളി വീണ ഞൊറിഞ്ഞ കവിളിലൂടെ ഒലിച്ചിറങ്ങിയ നീർത്തുള്ളികൾ വിരൽത്തുമ്പിലേറ്റി. ഒരു പിഞ്ചു പൈതലാകാൻ, അമ്മയുടെ സാന്ത്വനങ്ങൾ കേട്ട് കണ്ണടയ്ക്കാൻ, തലോടലേറ്റുവാങ്ങാൻ അയാൾ കുതിച്ചു. കാലത്തെയും സമയത്തെയും പാടെ വിസ്മരിച്ചു പോയിരുന്നു. എല്ലാം എന്തിലോ വിലയും കൊണ്ട് അലിഞ്ഞുപോയി. കുറെ നിശ്വാസങ്ങളും തേങ്ങലുകളും കണ്ണീരുമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ശീതള സ്വപ്നം, സ്നേഹമന്ത്രം. സ്വപ്നത്തിൻ്റെ ജലധാരയിൽ, സ്നേഹത്തിൻ്റെ മന്ത്രപ്രവാഹത്തിൽ മുങ്ങിപ്പോയി. ശ്രീദേവി കണ്ണീരിൻ്റെ പാടയ്ക്കിടയിലൂടെ നോക്കി. വളരെ അകലെ ഒരു ഗുഹാമുഖത്തേക്ക് പാളി വീഴുന്ന വെളിച്ചത്തിൽ രണ്ടുപേർ. അമ്മ വിജയേട്ടൻ്റെ മടിയിൽ തലവെച്ച് വിതുമ്പിക്കരയുന്നുണ്ട്. വിജയേട്ടൻ ആ ശുഷ്കിച്ച കൈത്തലം കൊണ്ട് മുഖം പൊത്തി അമ്മയുടെ ശിരസിലൂടെ മെല്ലെ തലോടി കണ്ണീർ തുടച്ച് ഇരിക്കുന്നു. കണ്ണീർ വന്ന് ആ കാഴ്ച മാഞ്ഞുപോയി. നമ്പൂതിരിപ്പാട് കോലായിലൂടെ വേഗത്തിൽ നടന്ന് വടക്കനിയിലേക്ക് തിരിഞ്ഞു. മുറിയുടെ മുന്നിൽ പിടിച്ചു കെട്ടിയതുപോലെ നിന്നു. അദ്ദേഹം തിരികെ നടന്നു. സംശയിച്ചു നിന്ന ശേഷം വീണ്ടും വടക്കനിയിലേക്ക് നീങ്ങി. പെട്ടെന്ന് അറച്ചു നിന്നു. നേരെ പൂമുഖത്തേക്ക് തിരിച്ചുപോയി. അദ്ദേഹം വീർത്തു കുളിച്ചു. എന്തു ചെയ്യണമെന്നറിയില്ലാതെ വിളറി പിടിച്ച മട്ടിൽ അങ്ങുമെങ്ങും നടന്നു. പിന്നെ ചാരുകസേരയിൽ അമർന്നു. വിശറിയെടുത്ത് വീശി. യാന്ത്രികമായി അത് തുടർന്നുകൊണ്ടിരുന്നു. അധ്യായം 22. നേർത്ത നിലാവുണ്ട്. മരങ്ങളിൽ കാറ്റിളകി തുള്ളുന്നു. താഴെ നിഴലുകളും. ചെല്ലപ്പൻ അസ്വസ്ഥതയോടെ നടന്നു. തീരെ സുഖമില്ല, ഉന്മേഷമില്ല. മണലിറക്കി തീർന്നപ്പോഴേക്കും രാത്രിയായിരുന്നു. കുട്ടപ്പൻ കടക്കരയ്ക്ക് പോയി. 2 ലോഡ് മണലിൻ്റെ രൂപ കിട്ടാനുണ്ട്. വാങ്ങിക്കൊണ്ടേ വരൂ. ഷാപ്പിൽ കയറി. നല്ല കള്ളില്ല. കിട്ടിയത് 2 കുപ്പി പൂളക്കള്ള്. പ്രത്യേകം മാറ്റിവെച്ചതാണത്രേ. നായിൻ്റെ മക്കൾ. ഇറങ്ങി വീട്ടിലേക്ക് നടന്നു. ഇന്നെങ്കിലും നേരത്തെ വീട്ടിലെത്താമല്ലോ. പതിവില്ലാത്തതാണ്. മീനുവിനെ അത്ഭുതപ്പെടുത്തും. വിഷ്ണു വെറുമൊരു മണ്ടനല്ലെന്ന് അറിഞ്ഞപ്പോൾ മുതൽ മീനുവിനെക്കുറിച്ച് ആശങ്കയാണ്. കത്തികേറ്റുമെന്ന് താക്കീത് നൽകിയതിൽ പിന്നെ വിഷ്ണു ചന്തയിലും പുഴക്കരയിലും വന്നിട്ടില്ലത്രേ. കെട്ടിലമ്മ ചാവാറായി കിടക്കുകയല്ലേ. എന്നാലും അയാൾ കണ്ണുവെച്ചത് ഈ ചെല്ലപ്പൻ്റെ പെങ്ങളെ. കുട്ടിക്കാലത്തെ സ്നേഹവും കൂട്ടുമൊക്കെ വേറെ. ആ ഒറ്റ കാരണം കൊണ്ടാണ് തല്ലാതിരുന്നത്. കുഴപ്പം തീർന്നെന്ന് കരുതാമോ? മീനുവിൻ്റെ മുഖത്തെ വാട്ടം കണ്ടില്ലെന്ന് നടിക്കാനാവുമോ? അവളുടെ വിഷാദം, കണ്ണിലെ കാത്തിരിപ്പ്, നെടുവീർപ്പ്, ചിന്ത എല്ലാം അപകടത്തിലേക്കല്ലേ വിരൽ ചൂണ്ടുന്നത്? അവളുടെ കുട്ടിത്തവും പ്രസരിപ്പും എവിടെ പോയി? അവൾ അവളിലേക്ക് തന്നെ ചുരുണ്ടുകൂടി. ആമയെപ്പോലെ അവൾ തലവലിച്ചു, പിൻവലിഞ്ഞു. അവൾ സ്വയം ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതാണ് കാര്യം. സ്വയം ജീവിക്കാൻ. കുറേ ഉപദേശിച്ചു, താക്കീത് നൽകി, സ്നേഹപൂർവ്വം കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. കഴിയുന്നത്ര നയത്തോടെയും വാത്സല്യത്തോടെയും പെരുമാറി. എന്നിട്ടും അവളിൽ മാറ്റം കാണാത്തതെന്ത്? അത്രമേൽ അവർ അടുത്തു കഴിഞ്ഞുവോ? താൻ അറിഞ്ഞില്ല, നിയന്ത്രിച്ചില്ല. അയാൾ വെറും മണ്ടനാണെന്നല്ലേ കരുതിയത്? അയാൾ ചെല്ലപ്പൻ്റെ കുടിലിൽ വല വീശി കെണി വെച്ചു വീഴ്ത്തി. മീനു ആ വിഡ്ഢിയിൽ എന്താണ് കണ്ടത്? വായാടിത്തവും പൊള്ളച്ചിരിയുമോ? ഒരു ദിവസം രാത്രിയിൽ കയറി ചെന്നപ്പോൾ അവൾ സ്വപ്നം കണ്ട് ഇരിക്കുന്നു. പണ്ട് വിഷ്ണു വാങ്ങിക്കൊടുത്ത ചിമ്മിനി ഗ്ലാസുണ്ട് കയ്യിൽ. അതവൾ ഭദ്രമായി സൂക്ഷിക്കുന്നു. അല്ല, ഒളിച്ചുവെക്കുന്നു. അത് ഒരു അമൂല്യ വസ്തുവാണെന്ന് അവൾ കരുതുന്നുണ്ട്. അതിന്മേൽ അവൾ വിരലോടിക്കുന്നു. കവിളിൽ ഉരസുന്നു, ചുംബിക്കുന്നു. സ്വന്തം പ്രതിച്ഛായ കാണാമോ എന്ന് നോക്കുന്നു. കള്ളനോട്ടം, കള്ളപ്പുഞ്ചിരി. തന്നെ കണ്ടപ്പോൾ അവളുടെ പരിഭ്രമം, മുഖത്തെ വിളർച്ച, കണ്ണുകളിലെ പേടി. ചിമ്മിനി പെട്ടെന്ന് ഒളിച്ചു പിടിച്ചത്. എല്ലാം മനസ്സിലായി. പിടിച്ചുവാങ്ങി എറിഞ്ഞു തകർത്തു. കുറെ ചീത്ത പറഞ്ഞു. ഉറക്കെ അവൾ കരഞ്ഞില്ല എന്നത് ശരി. ശബ്ദമുണ്ടാക്കിയില്ല, തേങ്ങിയതുപോലുമില്ല. എന്നാൽ ആശ്വസിക്കാമായിരുന്നു. മൂലയ്ക്ക് വിരിച്ച പായിന്മേൽ തല കുമ്പിട്ടിരുന്ന കണ്ണീരൊഴുക്കി. മനസ്സിൻ്റെ നീറ്റലിൽ നിന്നല്ലാതെ, അഗാധമായ ദുഃഖത്തിൽ നിന്നല്ലാതെ, തീവ്രമായ നൊമ്പരത്തിൽ നിന്നല്ലാതെ അങ്ങനെ കരയാൻ കഴിയില്ല. അടുത്തു ചെന്നിരുന്ന് തലോടി ആശ്വസിപ്പിച്ചു, ഗുണദോഷിച്ചു. മീനു, നിനക്കറിയാമോ അയാൾ ആര്? നീ ആര്? നിന്നെ വഞ്ചിച്ചിട്ട് അയാൾ വേറെ വഴി നോക്കും. അവര് നമ്പൂരിമാര്, നമ്മളോ അവരുടെ മുൻപിൽ പിച്ചക്കാര്. വല്യമ്പൂരി ഇതറിഞ്ഞാൽ എന്നെ നിന്നെയും കൊന്നുകളയും. അയാൾക്ക് പ്രാന്താണെന്ന് പറഞ്ഞു കെട്ടിയിടും. നമ്പൂരി എത്ര പേരെ ചതിച്ചിട്ടുണ്ട്, കൊന്നിട്ടുണ്ട്. അല്ലേ തന്നെ അവൻ്റെ അടുത്ത് നീ എന്താ കണ്ടത്? മിടുക്കും തൻ്റെയിടവുമില്ലാത്ത മരമണ്ടൻ. ആരുടെ അടുത്തും പല്ലിളിക്കും. ആരെന്തു പറഞ്ഞാലും കേട്ടോണ്ടു പോകും. നമ്പൂരി ഉറക്കെ ചുമച്ചാൽ മൂത്രമൊഴിക്കും. അണ്ണന് എൻ്റെ മോള് മിടുക്കിയായിട്ട് വരണം.
നന്നായിട്ട് ജീവിക്കണം എന്നൊക്കെ വിചാരമുള്ളതുകൊണ്ടല്ലേ ഈ പറയണത്. അതുകൊണ്ട് വേണ്ടാത്ത ആശകളൊന്നും മനസ്സിൽ വയ്ക്കല്ല. അവളൊന്നും മിണ്ടിയില്ല. ഒടുവിൽ ഇത്രയും കൂടി പറഞ്ഞു, അണ്ണനെ കൊലയ്ക്ക് കൊടുക്കുന്നതാ നിന്റെ ഇഷ്ടമെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല. ഞാൻ പൊന്നുപോലെ വളർത്തുന്നതിന് എൻ്റെ മോള് എനിക്കിങ്ങനെയൊക്കെയാ സമ്മാനം തരേണ്ടത്. അവളുടെ കരച്ചിലിൻ്റെ ശക്തി വർദ്ധിച്ചപ്പോൾ കയറിക്കിടന്നു. അവൾ ആഹാരം വിളമ്പിയെങ്കിലും കഴിച്ചില്ല. അവളും ഒന്നും കഴിച്ചില്ല. ആദ്യത്തെ പിണക്കം, അകൽച്ച, അതിൻ്റെ വേദന. ഉറങ്ങാൻ കിടന്നപ്പോൾ തോന്നി ഇരുവരുടെയും ഇടയ്ക്ക് ഇരുട്ടുകൊണ്ട് തീർത്ത വലിയൊരു മതിലുണ്ടെന്ന്. ആദ്യമായി അമർഷവും സങ്കടവും തോന്നി. ആർക്കു വേണ്ടി ഇത്രയൊക്കെ ചെയ്തു? എന്തിനു വേണ്ടി ജീവിച്ചു? ജീവനെപ്പോലെ കരുതിയിട്ട് ഒടുവിൽ അവൾ അവളുടെ വഴിതേടിപ്പോകാൻ, പിഴച്ച വഴിയിലൂടെ പോകാൻ ശ്രമിക്കുന്നു. സ്വയം ജീവിതം കണ്ടുപിടിക്കുന്നു. അവൾ മൗനമായി പറയുന്നതെന്താണ്? ഇനി അണ്ണന് അണ്ണൻ്റെ വഴി, എൻ്റെ വഴി എനിക്കറിയാം. എന്നെ ശാസിക്കേണ്ട, ഉപദേശിക്കേണ്ട, നിയന്ത്രിക്കേണ്ട. എൻ്റെ മേൽ അണ്ണന് ഒരധികാരവുമില്ല. എന്നെ തടയണ്ട. ഞാൻ പ്രായമായി, ചിന്തിക്കാറായി, പ്രവർത്തിക്കാറായി. ഉറങ്ങിപ്പോയിരുന്നു. രാത്രിയിലെപ്പോഴോ വെളിച്ചമേറ്റ് കണ്ണു തുറന്നപ്പോൾ മീനു വിളക്കിൻ്റെ തിരി നേർത്തിട്ടിരുന്ന് അരണ്ട വെട്ടത്തിൽ മുറിയിൽ ചിതറിക്കിടക്കുന്ന ചിമ്മിനി ചില്ലുകൾ പെറുക്കുന്നു. ഇടയ്ക്കിടെ കണ്ണു തുടയ്ക്കുന്നു. ഒരു തുണിക്കഷ്ണത്തിൽ ആ ചില്ലുകൾ പൊതിഞ്ഞെടുത്ത് തകരപ്പെട്ടിയുടെ പുറകിൽ ചുമരോട് ചേർത്ത് ഒളിച്ചു വയ്ക്കുന്നു. ഒരേക്കത്തോടെ കണ്ണടച്ചു. പറഞ്ഞതൊന്നും അവൾക്ക് മനസ്സിലായില്ല. അവളുടെ മനസ്സിൽ ഒന്നും കയറുകയില്ല. ഏതായാലും വിഷ്ണു കാണാൻ വരുന്നില്ലല്ലോ, അത് മതി. ബുദ്ധിയും ജീവനിൽ പേടിയുമുണ്ടെങ്കിൽ അയാളിനി വരില്ല. അവൾ ക്രമേണ അയാളെ മറന്നുകൊള്ളും. ചെല്ലപ്പൻ വീടിനടുത്തെത്തി. വീട്ടിൽ വെളിച്ചമില്ല. അയാൾ സംശയിച്ചു. വിഷ്ണുവിൻ്റെ അരയിൽ കൈ ചുറ്റിപ്പിടിച്ച് മെയ്യോട് മെയ് ചേർന്ന് പറ്റുപുല്ല് പടർന്ന പുഴപക്കത്തുകൂടി മീനു നടന്നുകൊണ്ടിരുന്നു. വിഷ്ണു അവളുടെ തോളിലൂടെ കൈയിട്ടിരുന്നു. പരിസരത്തെയും സമയത്തെയും അവർ പാടെ വിസ്മരിച്ചു. പുഴയിൽ നിലാവ് വീഴുന്നുണ്ടായിരുന്നു. പുഴ നീളുന്ന വഴി തീരുവോളം തീരങ്ങളിലെല്ലാം കാൽപ്പാടുകൾ പതിച്ച് മുന്നേറാൻ മീനു കൊതിച്ചു. വളരെ ദിവസങ്ങൾക്ക് ശേഷം വിഷ്ണുവിനെ കണ്ടപ്പോൾ അവൾ കരഞ്ഞുപോയി. പിന്നെ സാധാരണ കാമുകന്മാരെ പോലെ കെറുവിച്ചു, പരിഭവിച്ചു. എവിടെയായിരുന്നു ഇത്ര നാളുമെന്ന് ചോദിച്ചു. തന്നെ മറന്നിട്ടാണെന്ന് കുറ്റപ്പെടുത്തി. രഹസ്യമായിട്ടെങ്കിലും ഒന്ന് കാണാൻ വന്നില്ലല്ലോ എന്ന് പിണക്കം നടിച്ചു. വിഷ്ണുവിന് മറുപടികളുണ്ടായിരുന്നു. ചെല്ലപ്പൻ്റെ ഭീഷണിയെക്കുറിച്ച് പറഞ്ഞു. അച്ഛൻ്റെ ശാസനയെക്കുറിച്ച് പറഞ്ഞു. അമ്മയുടെ അസുഖത്തെക്കുറിച്ചും പറഞ്ഞു. പിന്നെ ഒന്നുകൂടി പറഞ്ഞു, ഞാൻ പഴയ വിഷ്ണുവല്ല, പുതിയ വിഷ്ണുവാണ്. വെറുതെ കാണുന്നതിനേക്കാളേറെ ചിന്തിക്കാനും പ്രവർത്തിക്കാനുമാണ് താൻ ഇഷ്ടപ്പെടുന്നതെന്നും അയാൾ അറിയിച്ചു. അയാൾ പിന്നെ മനസ്സിന്മേൽ തൊട്ട് ഒരു വാഗ്ദാനം അവൾക്ക് നൽകി. ഞാൻ നിന്നെ വേൾക്കും. എല്ലാ കാമുകരും പറയാറുള്ളതുപോലെ അതിൽ മതിലുകളെ ഇടിച്ചു നിർത്താൻ പോന്ന ചങ്കൂറ്റവും സ്നേഹത്തിൻ്റെ തീഷ്ണതയും കാമത്തിൻ്റെ തൃഷ്ണയുമുണ്ടായിരുന്നു. ലോകത്തെ മുഴുവൻ വെല്ലുവിളിക്കുന്ന, ലോകത്തോടാകെ പ്രതിഷേധിക്കുന്ന സ്വരമായിരുന്നു. അത് കേട്ട് മീനു കോരിത്തരിച്ചു. കഴിഞ്ഞ നാളുകളിൽ വിഷ്ണു സമാധിയിലായിരുന്നു. അയാൾ ആദ്യമായി ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു. ഭാവിയെക്കുറിച്ച് തീരുമാനമെടുത്തു. ലോകവും ജീവിതവും മനുഷ്യനിൽ നിന്ന് എന്താണ് ആവശ്യപ്പെടുന്നതെന്ന് മനസ്സിലാക്കി. ചിന്തകൾ കൊണ്ട് ഒരു സൈന്യമുണ്ടാക്കി. തീരുമാനങ്ങൾ കൊണ്ട് ഒരു പടനായകനായി. ഇനി ലോകത്തിലേക്കും ജീവിതത്തിലേക്കും ഇറങ്ങി നിന്ന് പോരാടാൻ ദൃഢപ്രതിജ്ഞയെടുത്തു. വിഷ്ണു പ്രതിജ്ഞാബദ്ധനായിരുന്നു. ശുദ്ധവും ബാലിശവുമായ തീരുമാനങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും ചികഞ്ഞു ചിന്തിക്കാൻ അയാൾ മെനക്കെട്ടില്ല. സ്വാർത്ഥതയുടെയും വ്യാമോഹത്തിൻ്റേതുമായ കാഴ്ചപ്പാടിലൂടെ ശരി കണ്ടെത്തി. അയാളുടെ ശരി ചില നിയമങ്ങളിൽ അധിഷ്ഠിതമായ ജീവിത വ്യാപാരത്തെ നിയമങ്ങൾ കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും അനുഷ്ഠാനങ്ങൾ കൊണ്ടും വിശ്വാസ പ്രമാണങ്ങൾ കൊണ്ടും അളന്നു തിരിക്കാൻ, പതിരും കൂറയും തീർക്കാൻ അയാൾ കൂട്ടാക്കിയില്ല. അത്രത്തോളം ചിന്തിച്ചില്ല. ബുദ്ധിയെ സ്വതന്ത്രമായി തുറന്നുവിട്ടില്ല. വികാരങ്ങളിലും തൃഷ്ണകളിലും കുടുങ്ങിപ്പോയി. പ്രേമമെന്നും സങ്കുചിതമായിരുന്നു. അതിൻ്റെ കൈവശമുള്ള മനസ്സുകളും. ഇരുവരും പറയാനുള്ളത് പറഞ്ഞു. ഉത്കണ്ഠയെക്കുറിച്ച്, പരിഭ്രമത്തെക്കുറിച്ച്, വിരഹത്തിൻ്റെ വേദനയെക്കുറിച്ച്, കാത്തിരിപ്പിൻ്റെ ഭയങ്കരതയെക്കുറിച്ച്, പ്രതീക്ഷയുടെ വൈപുല്യത്തെക്കുറിച്ച്, പിന്നെ ഭാവിയുടെ തിളക്കത്തെക്കുറിച്ചും. പ്രേമത്തിനായി രക്തസാക്ഷികളാകാൻ അവർ ആർത്തി പൂണ്ടു. അന്ധരാകാൻ ആഗ്രഹിച്ചു. ബധിരരാകാൻ ആഗ്രഹിച്ചു. പ്രേമത്തിനു വേണ്ടി. ഇനി പോകാം, വിഷ്ണു പറഞ്ഞു. അണ്ണൻ ഇപ്പോഴെങ്ങും വരത്തില്ല. വിഷ്ണു അവളുടെ കൈത്തലത്തെ അമർത്തി വിരലുകളെ ഞെരിച്ചു. അവൾ തൻ്റെ ഇടം കൊണ്ട് നിറഞ്ഞു. ഹൃദയം കൊണ്ട് ആശ്ലേഷിച്ചു. മനസ്സുകൊണ്ട് ചുംബിച്ചു. ഒരാൾ മറ്റൊരാളിൽ നിറഞ്ഞ് പതഞ്ഞു തൂവി. ലോകം ജഡമായി. ആ നിമിഷങ്ങളിൽ അവർ മാത്രം ജീവിച്ചു. ജീവിക്കാൻ മറന്നു ജീവിച്ചു.
കൈവിടുമ്പോൾ മീനു ചോദിച്ചു, നാളെ വരുവോ? നോക്കട്ടെ. വരണം, എനിക്ക് കാണണം, മിണ്ടണം. വിഷ്ണു അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തി. പിന്നെ വിരലുകൾ വേർപെട്ടു. വിഷ്ണു കുറുക്കുവഴിയിലൂടെ റോഡിൽ കയറി. ദൂരെ 2 നിഴലുകൾ അന്യോന്യം അകലുന്നത് ചെല്ലപ്പൻ നോക്കി നിന്നു. ഒരു നിഴൽ രൂപം അടുത്തു വരുന്നു, മറ്റൊന്ന് അകന്നു പോകുന്നു. അതിനു നേരെ അലറിക്കുതിക്കാൻ അയാൾ വെമ്പൽ കൊണ്ടു. അയാൾ മരക്കുറ്റിയിൽ ചാരി നിന്നു. നിഴൽ രൂപം അടുത്തു വന്നപ്പോൾ അയാൾ മുമ്പോട്ട് ചെന്നു. നിഴൽ രൂപം സ്തംഭിച്ചു നിന്നു. ജ്വലിക്കുന്ന 2 തീക്കനലുകൾ, ഭീതിയുടെ തീനാളങ്ങൾ നെഞ്ചിൽ ചുഴന്നു കയറി. മിന്നൽ പോലെ എന്തോ മുഖത്തു വന്നടിച്ചു. മീനുവിൻ്റെ കണ്ണുകൾ ഇരുണ്ടുപോയി. താഴെ വീഴാതിരിക്കാൻ കൈകൾ വായുവിൽ ചുരമാന്തി. നായിൻ്റെ മോളെ. തൊണ്ടയിൽ കുരുങ്ങിയ അമറൽ. വിരലുകൾ കഴുത്തിനെ താങ്ങി നിർത്തി. അവ കഴുത്തിലമർന്നു. കഴുത്ത് ഞെരിച്ചു. ജ്വലിക്കുന്ന കനലുകൾ മാത്രം അവൾ കണ്ടു. അവൾക്ക് ശ്വാസം മുട്ടി. അവൾ ഞരങ്ങി. ഞരക്കം കേട്ട് അയാൾ ഞെട്ടി. വിരലുകൾ തളർന്നു. കൈകൾ കുഴഞ്ഞു. മീനു ഭീതിയോടെ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്കോടി. കൈകൾ അറുത്തുകളയാൻ ചെല്ലപ്പൻ വ്യഗ്രത പൂണ്ടു. തഴുകിയ കൈകൾ, താലോലിച്ച വിരലുകൾ. അയാൾ നടുങ്ങിപ്പോയിരുന്നു. ചെല്ലപ്പൻ മണ്ണിലിരുന്നു. കാൽമുട്ടുകളിൽ മുഖം താങ്ങി ഏങ്ങലടിച്ചു. പുഴ ഒഴുകിക്കൊണ്ടിരുന്നു. ചെല്ലപ്പൻ എഴുന്നേറ്റ് നടന്നു. പായിൽ കമിഴ്ന്നു കിടന്ന് കരയുന്ന മീനു. അടക്കിപ്പിടിച്ച കരച്ചിൽ ചീളു ചീളായി തെറിക്കുന്നു. ചെല്ലപ്പൻ അടുത്തു ചെന്നിരുന്നു. മുഖം പിടിച്ചുയർത്തി. കണ്ണീരിന് മായ്ക്കാൻ കഴിയാത്ത വിരൽപ്പാടുകൾ കവിളിലും കഴുത്തിലും. അയാളുടെ ഇടനെഞ്ചു പൊട്ടി. വേദന ചിറകിട്ടടിച്ചു. അവളെ ചേർത്തണച്ചു. മടിയിൽ കിടത്തി. കണ്ണീർ ഉമിനീരോടെ ഇറക്കി. കവിളിലൂടെയും കഴുത്തിലൂടെയും മെല്ലെ തലോടി. വളരെയധികം പറയാൻ അയാൾ ആഗ്രഹിച്ചു. തൊണ്ട വിങ്ങിക്കഴിച്ചു. നമ്മള് പാവങ്ങളല്ലേ മോളെ? കണ്ണീരോടൊപ്പം അക്ഷരങ്ങളും ഇറുന്നു വീണു. അധ്യായം 23. കൂടുപൊട്ടിച്ച് പുറത്തു ചാടാൻ ജീവനും മടി. അനേക സംവത്സരങ്ങളായി തുണ നിന്ന ദേഹത്തെ വിട്ടുപിരിയുന്നതിൽ വേദന. ഭാരതീയ അന്തർജനത്തിൻ്റെ ശരീരത്തിൽ ജീവൻ ചിറകെട്ടടിച്ചു കരഞ്ഞു. രാവും പകലും അത് തുടർന്നു. കണ്ടു നിൽക്കാൻ വിഷ്ണുവും ശ്രീദേവിയുമുണ്ട്. ഇടയ്ക്കിടെ നമ്പൂതിരിപ്പാടും വൈദ്യരും അച്യുതൻ നായരും. അവസാന നിമിഷങ്ങളിൽ അമ്മയുടെ മിഴികൾ ശ്രീദേവിയിൽ തന്നെ ഉടക്കി നിന്നു. വളരെ വളരെ കാര്യങ്ങൾ ആ കണ്ണുകൾ പറഞ്ഞു. ആവർത്തനങ്ങൾ. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മോൾ ഈ മനയ്ക്കുള്ളിൽ ഒരധികപ്പറ്റാവും. സ്നേഹിക്കാൻ ആരും ഉണ്ടാവില്ല. വിജയൻ ഇനി വിളിച്ചാൽ പോകാൻ മടിക്കരുത്. അവൻ നല്ലവനാണ്. അവനെ സ്നേഹിച്ചും വിശ്വസിച്ചും അനുസരിച്ചും ജീവിക്കണം. അമ്മയുടെ ആത്മാവ് നിങ്ങൾക്ക് തുണയുണ്ടാവും. ഒരിക്കൽ കൂടി അതൊക്കെ പറയാൻ ആ ചുണ്ടുകൾ വിതുമ്പി. ജീവൻ ഒരു നിലനിൽപ്പിനായി ആ വൃദ്ധശരീരത്തിലുടനീളം ചുരമാന്തി പാഞ്ഞു നടന്ന് പരാക്രമം കാട്ടി. അനുനിമിഷം ജീവന്റെയും മരണത്തിൻ്റെയും നടുക്കുള്ള നേർത്ത് കറുത്ത തിരശീല ഇളകിയുലഞ്ഞു. ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ജീവന്റെ അന്തിമ പരാജയം അനിവാര്യമായിരുന്നു എക്കാലവും. കനത്ത ഇരുട്ട്. കാറ്റ് മരങ്ങളെ ഉലയ്ക്കുന്നു. കനൽക്കട്ടകൾ ജ്വലിക്കുന്നത് നോക്കി വിജയൻ നിന്നു. വളഞ്ഞു പൊളിഞ്ഞ് ചുരുളുകളായി ഉയരുന്ന പുക വായുവിൽ അലിഞ്ഞു തീരുന്നു. ചിതയുടെ ഗന്ധം. എരിഞ്ഞു തീർന്ന ജീവിതത്തിന്റെ ഗന്ധം. മരണം വന്ന് ജീവിതത്തെ തുടച്ചെടുത്തു കൊണ്ടുപോയി. തനിച്ചായി, അനാഥനായി. വിജയൻ ചൂണ്ടുവിരൽ കൊണ്ട് കണ്ണീരേറ്റിയെറിഞ്ഞു. മരണത്തിൽ നിന്ന് വലിച്ചു കയറ്റിയ കരങ്ങളാണ് കരിഞ്ഞുപോയത്. വാരിയണച്ച് തഴുകി താലോലിച്ച ഊണൊരുക്കിയൂട്ടിയ കൈകൾ. അനേക വർഷങ്ങൾ, അനന്തമായ ഓർമ്മകൾ. നെഞ്ച് വിണ്ടുപൊട്ടുന്നു. എന്തേ കരയാൻ കഴിയുന്നില്ല? ആളുകളൊക്കെ പിരിഞ്ഞു പോയിരിക്കുന്നു. വിഷ്ണു ചിതയ്ക്കരികിലിരുന്ന് ഏങ്ങലടിക്കുന്നു. വിജയൻ അടുത്തു ചെന്ന് താങ്ങി എഴുന്നേൽപ്പിച്ചു. കരച്ചിലിന് ശക്തി കൂടി. വാടിക്കുഴഞ്ഞ ആ ശരീരത്തെ താങ്ങിപ്പിടിച്ചുകൊണ്ട് പടിപ്പുര വരെ വന്നു. കേറിപ്പോയിക്കൊള്ളൂ. നീ തനിച്ചല്ല. ഏകനായത് ഞാനാണ്. കരയാതിരിക്കാൻ ചുണ്ടുകടിച്ചമർത്തി. വിഷ്ണുവിൻ്റെ തോളിൽ മെല്ലെ തട്ടി. ശ്രീദേവി കരഞ്ഞു കരഞ്ഞ് തളരുകയാവും. കയറിച്ചെന്ന് ആശ്വസിപ്പിക്കേണ്ടതാണ്. എന്തിന്? അതൊക്കെ വെറും ചടങ്ങല്ലേ. വിജയൻ സർവ്വസമ്പത്തും നഷ്ടപ്പെട്ടവനായി നടന്നുപോയി. ആളുകൾ ഉപേക്ഷിച്ചു പോയ ഇടിഞ്ഞു പൊളിഞ്ഞ തെരുവിലൂടെ ഏകനായി നടക്കുന്നതുപോലെ. വിഷ്ണുവിനെ ആശ്വസിപ്പിക്കാൻ ആരും വാക്കുകൾക്ക് ലോപം കാണിച്ചില്ല. സഹതാപത്തിൻ്റെ നാവുകൾ. ശ്രീദേവിക്ക് ചുറ്റും ഒരു സൈന്യമുണ്ടായിരുന്നു. സാന്ത്വനങ്ങൾ കൊണ്ട് പൊതിയാൻ. അവൾ തലയണയിൽ മുഖം പൂഴ്ത്തിക്കിടന്നു. ഏങ്ങലടികൾ നെഞ്ചിനെ കുലുക്കി വിറപ്പിച്ചു. ഒന്നടങ്ങുന്ന കരച്ചിൽ ഏതോ നിമിഷത്തിൽ ശക്തിയാർജിച്ച് ഉയരും. രാത്രിക്കും പിന്നെ കൺപോളകൾക്കും കനം വെച്ചപ്പോൾ ആളുകളകന്നു. ഇരുട്ടിൽ അവൾ ഏകയായി. അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അനാഥത്വം പരിരംഭണം ചെയ്യുകയാണ്. നഷ്ടങ്ങളുടെ ദുഃഖം അലയടിച്ച് പതയുകയും. ഇനി അവൾക്ക് ആരുമില്ല. ഒറ്റയ്ക്കായി. വിഷ്ണു കിളിവാതിലിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു. ഇരുളിനെ ആശ്ലേഷിച്ചുറങ്ങുന്ന പാലത്തുരുത്ത്. ചിത കാണാമായിരുന്നു.
കാറ്റിൽ വെണ്ണീർ ധൂളികൾ പറന്നുപൊങ്ങി മരണത്തിന്റെ ഗന്ധവുമായി. ഇലച്ചീലുകൾക്കിടയിലൂടെ ആകാശം, നക്ഷത്രങ്ങൾ, ശവമഞ്ചത്തിൽ ചിതറിയ പൂക്കൾ. ലോകം ശൂന്യമാണെന്നും സകലതും മിഥ്യയാണെന്നും വിഷ്ണുവിന് തോന്നി. എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. ഒന്നും ശരിയല്ല. വിഷാദത്തെ ആലിംഗനം ചെയ്ത് നീലിച്ചു കിടക്കുന്ന ഭൂമുഖം ശൂന്യതയെ വിളംബരം ചെയ്യുന്നു. ഒരു നീല നിഴൽ രൂപം, ജീവനില്ലാത്ത ക്യാൻവാസും അതിൽ കോരിയൊഴിച്ച നീലമഷിയും, അതിൻ്റെ നിസ്സഹായതയും നിശ്ചലതയും മൗഢ്യവും. ഓരോന്നും പൊളിയാണ്, ഓരോ വലിയ പൊള്ളത്തരങ്ങൾ. ചക്രവാളത്തിനപ്പുറത്തെ അനന്തതയിലേക്ക് പുറപ്പെട്ടു പോകണമെന്ന് വിഷ്ണുവിന് തോന്നി. ഒരിക്കലും തിരിച്ചു വരില്ലെന്ന പ്രതീക്ഷയോടെ, ഉണ്ടോ എന്നറിയില്ലാത്ത ഒരു ദേശത്തേക്ക് തീർത്ഥാടനം പോകുന്നവനെ പോലെ അയാൾ കിളിവാതിൽ പടിയിൽ മുഖം താങ്ങി കുഴഞ്ഞുകിടന്നു. പുറമുറ്റത്ത് നിന്ന നമ്പൂതിരിപ്പാട് തിരിഞ്ഞു നോക്കി. വടക്കിനിയിൽ നിന്ന് ആരോ വിളിക്കുന്നു. ഭാരതിയുടെ ശബ്ദം. അദ്ദേഹം വീണ്ടും അവിടെ തന്നെ നിന്നു. കുറെ കഴിഞ്ഞ് കോലായിലേക്ക് കയറി. കൈകൾ കൂട്ടിത്തിരുമ്മിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എല്ലാം ഒരു ഇല്ലായ്മയിലേക്ക് താണുപോയതായി അദ്ദേഹത്തിന് തോന്നി. ചിതയെരിഞ്ഞ ദിക്കിലേക്ക് നോക്കി ഒരു വിഡ്ഢിയെപ്പോലെ പകച്ചു നിന്നു. എന്തെങ്കിലും ചെയ്യാനുണ്ടോ? അറിയില്ല. ആരും പറഞ്ഞു തരാനില്ല. മുറിയിൽ കയറി വാതിലടച്ചു. കിടന്നു. ഇനി സ്മരണകളുടെ പ്രവാഹമായി. ഇരുളിൽ നിന്ന് നേർത്തൊരു വിളിയൊച്ച. ആരെങ്കിലും വിളിച്ചുവോ? ഭാരതി. നമ്പൂതിരിപ്പാടിൻ്റെ മനസ്സ് കുഴഞ്ഞു മറിഞ്ഞു. ഭൂതവും ഭാവിയും വർത്തമാനവും ചുറ്റഴിഞ്ഞെഴുകി. തനിക്ക് ഓർമ്മക്കേട് സംഭവിച്ചുവെന്ന് അദ്ദേഹത്തിന് തോന്നി. ഇരുളിനെ ശ്രവിക്കാനായി കാതോർത്ത് കിടന്നു. കാൽച്ചങ്ങലകൾ കിലുങ്ങുന്നു. പനമ്പട്ട അടിച്ചു കീറുന്നു. തോന്നൽ വെറുതെ. ആരാണിത്ര പതുക്കെ വായ്പാട്ട് പാടുന്നത്? ആരോ മൃദംഗമേളം മുഴക്കുന്നുണ്ട്. ഇലത്താളവും ഇടയ്ക്കയും സ്വരങ്ങളുടെ ആരോഹണ അവരോഹണങ്ങൾ. മനം നിറയെ മനുഷ്യരുണ്ടെന്ന് നമ്പൂതിരിക്ക് തോന്നി. മുത്തശ്ശിമാരുടെ നാമജപം, കെട്ടിലമ്മമാരുടെ ഭാഗവത പാരായണം, ഉണ്ണികളുടെ പൊട്ടിച്ചിരിയും കലമ്പലും. ആരുടെയോ വായ്ത്താരി. ചാവടിയിൽ ആൾക്കൂട്ടം, പൊട്ടിച്ചിരി. ആരാണ് ശൃംഗാര ശ്ലോകങ്ങൾ ഉറക്കെ ഉരുവിടുന്നത്? നമ്പൂതിരിപ്പാട് എഴുന്നേറ്റിരുന്നു. ഇരുളിൽ അനേകം നിഴലുകൾ ഇളകുന്നതായി തോന്നി. ചിലത് ആടിക്കുഴയുന്നു, ചിലത് പൊട്ടിച്ചിരിക്കുന്നു, പൊട്ടിക്കരയുന്നു, പിറുപിറുക്കുകയും പുലമ്പുകയും ചെയ്യുന്നു, തേങ്ങുന്നു. പല ദിക്കുകളിൽ നിന്നായി ശവമഞ്ചങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജാഥകൾ വരുന്നു. ഇരുട്ടിൽ ഒന്നിക്കുന്നു. വിലാപയാത്രയായി പല ദിക്കുകളിലേക്ക് മടങ്ങുന്നു. കൊട്ടും പാട്ടും കുരവയും മുറുകി. കരച്ചിലും ചിരിയും ചിലമ്പും ചങ്ങലയും ഭയങ്കരമായി കിലുങ്ങി. പാട്ടും ശ്ലോകവും ആക്രന്ദനങ്ങളായി. നിഴലുകൾ വാ പിളർന്നു. നമ്പൂതിരിപ്പാട് കണ്ണുകൾ ഇറുക്കിയടച്ചു. മരണം അനിവാര്യതയാണ്. മരണം വരെയുള്ള ജീവിതവും. കാലം ഓടിക്കൊണ്ടിരിക്കുന്ന, ആദിയും അന്തവുമില്ലാതെ നീണ്ടുപോയ റെയിലുകളിൽ എഞ്ചിൻ തകർന്ന് നിശ്ചലവും ജഡവുമായിപ്പോയ വാഹനത്തിൻ്റെ സ്വത്തുകമാകട്ടെ. എന്നാൽ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നീക്കുപോക്കുകളുണ്ട്. മനുഷ്യന് ഓടാതെ, ജീവിതത്തിന് നീന്താതെ വയ്യ. മേലംകുളത്ത് മനയ്ക്കൽ ഒരു നാൾ കൊണ്ട് ജീവിതം സ്തംഭിച്ചു പോയില്ല. അതിനു മീതെ വെയിലുദിച്ചു, അസ്തമിച്ചു, നിലാവുദിച്ചു, രാത്രി വീണിടിഞ്ഞു, അലിഞ്ഞുപോയി. മരണം എത്ര ദയനീയമോ ഭയങ്കരമോ ദുഃഖാകുലമോ ആയിക്കൊള്ളട്ടെ, അതിനോട് ബന്ധപ്പെട്ടതിനെയെല്ലാം താൽക്കാലികമായി സ്തംഭിപ്പിച്ചു എന്നു വരാം. മരണമോ കഴിഞ്ഞുപോയി. ധാരാളം കരഞ്ഞു, ദുഃഖിച്ചു. പിന്നെ അനുസ്മരണങ്ങളുമായി ജീവിതത്തിന് ഇനിയും മുൻപോട്ട് പോകേണ്ടതുണ്ട്. ശ്രീദേവി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചതല്ല. അത് ആരുടെയോ നിർബന്ധമായി അവളെ പിടികൂടിയിരിക്കുന്നു. ഒഴിവാക്കാനോ തരമില്ല. അത് ചടുലമായിരുന്നില്ല. അതൊരു ഭാരവണ്ടി പോലെ വലിഞ്ഞെഴിഞ്ഞു. ജീവിതം എങ്ങനെയോ സംഭവിച്ച ഒരു പിശകുപോലെയായി. നേരത്തെ അത് ഒരു യന്ത്രം പോലെ കറങ്ങിക്കൊണ്ടിരുന്നതാണ്. കറക്കം നിലച്ചു. ഇനി അത് വലിച്ചിഴച്ചേ പറ്റൂ. കാത്തിരിപ്പ്, ആശ ഇവയൊക്കെ സഹായിക്കാനില്ലെങ്കിൽ ജീവിതം ഇഴയുക തന്നെ ചെയ്യും. ശ്രീദേവി വടക്കിനിയിൽ തന്നെ കഴിഞ്ഞു. ആരുമായും സംസാരിച്ചില്ല. സ്വയം ഒതുങ്ങിക്കൂടി. ഇനിയുള്ള ജീവിതം ഇങ്ങനെ ചെലവഴിക്കാനുള്ളതാണെന്ന് അവൾ തീരുമാനിച്ചു. കലശലായി വിശന്നപ്പോൾ മാത്രം വല്ലതും കഴിച്ചു. ഓർമ്മകളെ മടുത്തു തുടങ്ങിയപ്പോഴൊക്കെ ഉറങ്ങി. അങ്ങനെ അവൾ ജീവിതത്തെ തള്ളിക്കൊണ്ടുപോയി. അവൾ ഒറ്റപ്പെട്ടു. പുതിയൊരു ജീവിതം കാട്ടിക്കൊടുക്കാനോ നയിക്കാനോ ആരുമില്ല. മച്ചകങ്ങളിൽ തപസിരിക്കുന്ന ഒരെട്ടുകാലിയോ നരിച്ചീറോ ആയിത്തീരുവാൻ അവൾ ആഗ്രഹിച്ചു. വടക്കിനിയിൽ ഒരു കരിന്തിരി പോലെ കത്തിനിന്നു. മനയ്ക്കൽ മിച്ചം വന്ന ഉപയോഗശൂന്യമായ ഒരു സാധനമാണ് താനെന്ന് അവൾക്ക് തോന്നിത്തുടങ്ങി. വർഷങ്ങൾക്ക് മുൻപേ ഉണ്ടാവേണ്ടിയിരുന്ന തോന്നൽ. വിഷ്ണു ഒരു ദിവസം പുഴക്കരെ പോയി. മീനു അയാളുടെ നെഞ്ചിൽ തല ചേർത്ത് കരഞ്ഞു. അവൾ എല്ലാം പറഞ്ഞു. ഇനി വരരുതെന്നും, കണ്ടാൽ അണ്ണൻ കത്തിയെടുക്കുമെന്നും.
വിഷ്ണു ആശ്വസിപ്പിച്ചു. പരസ്പരം മറക്കുകയില്ലെന്ന് ഇരുവരും ശബ്ദമെടുത്തു. ഒരു നാൾ വരെ മനസ്സിൽ കണ്ടും സ്നേഹിച്ചും കഴിയാമെന്ന് പ്രതിജ്ഞയെടുത്തു. ഒരു നാൾ വരെ. അതിന് ഒരു തീരുമാനമുണ്ട്, ലക്ഷ്യമുണ്ട്, കാത്തിരിപ്പും ആശയുമുണ്ട്. കാലത്തിൻ്റെ വിദൂരതകളിലും അനിശ്ചിതത്വത്തിലും കുരുങ്ങിക്കിടക്കുന്ന ഏതോ ഒരു നാളിനെ ഇനി സ്വപ്നം കാണാം. വിഷ്ണു തിരിച്ചു പോന്നു. പ്രേമം, അതിൻ്റെ ഭാവതീവ്രത, ദുരന്ത ദുഃഖം, തീഷ്ണത, അനുഭൂതി, നൊമ്പരം, വന്യവും മൃഗീയവുമായ തൃഷ്ണ, ഇവയെക്കുറിച്ചെല്ലാം വിഷ്ണുവിന് ഒരു ഏകദേശ ബോധം കൈവന്നിരുന്നു. ഓപ്പോൾ മനയ്ക്കലൊരു അധികപ്പറ്റാണെന്ന് അയാൾ കണ്ടെത്തി. അവർ മിണ്ടുന്നില്ല. സമാധി പുഴുവാവാൻ ശ്രമിക്കുകയാണ്. അതങ്ങനെ പുകഞ്ഞു കരിഞ്ഞു പോകും. അവരുൾപ്പെട്ടുപോയ ഒരു സ്നേഹം, അതിൻ്റെ അഗാധത, പിരിമുറുക്കം, വേദന എല്ലാം സ്വന്തം അനുഭൂതിയിലൂടെ വിഷ്ണുവിന് ഊഹിക്കാൻ കഴിഞ്ഞു. വിഷ്ണുവിന് സഹതാപമുണ്ടായി, ദുഃഖമുണ്ടായി. ഓപ്പോൾ ഒരു ചോദ്യചിഹ്നം കണക്കെ അയാളുടെ തലച്ചോറിൽ മുഴങ്ങി നിന്നു. അയാൾ അനേകം ദിവസങ്ങളിൽ മിനക്കെട്ടിരുന്ന് ചിന്തിച്ചു. താൻ എന്തോ ആണെന്ന് അയാൾക്ക് തോന്നിയിരുന്നു. തൻ്റെ സഹോദരിക്കു വേണ്ടി പരിതപിക്കുക മാത്രമല്ല തനിക്ക് ചെയ്യാനുള്ളത്. കടപ്പാടുകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരു രാത്രിയിൽ ശ്രീദേവിയുടെ അടുത്തെത്തി. അവൾ വിളക്കിനപ്പുറത്ത് ചുമർചാരിയിരിക്കുകയായിരുന്നു. വിഷ്ണു അവൾക്ക് അഭിമുഖമായി ഒരു സ്ഥാനം കണ്ടുപിടിച്ചു. സംഭാഷണം ആരംഭിക്കാൻ അയാൾ കുറെ ബുദ്ധിമുട്ടി. മുഖവുരയ്ക്കായി ഒരു വിഷയം കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. ഓപ്പോൾ തനിച്ചായി, മനക്കിൽ ഒരധികപ്പറ്റായി. അങ്ങനെ തോന്നണില്ലേ? ശ്രീദേവി മനസ്സിലാവാതെ നോക്കി. എൻ്റെ മനസ്സിലുള്ളതല്ല പറഞ്ഞത്. ഓപ്പോൾ അധികപ്പറ്റാവണം, അതാ കാര്യം. ഓപ്പോളെ ഈ വീട്ടിന് വേണ്ട. അമ്മയുണ്ടായിരുന്നപ്പോൾ വേണമായിരുന്നു. എനിക്കിനി ഓപ്പോളെ കൊണ്ട് ആവശ്യമില്ല. അച്ഛനുമില്ല, ആർക്കുമില്ല. വിഷ്ണു എന്താണ് പറഞ്ഞു വരുന്നതെന്നറിയാതെ ശ്രീദേവി ഉത്കണ്ഠയോടെ മുന്നോട്ടാഞ്ഞു. ഓപ്പോൾക്ക് ഇനി പോകണം. ഇനി അതിനും പ്രയാസം ഉണ്ടാവില്ല. അത് കുറെ കഴിഞ്ഞ് മനസ്സിലാവൂ. അപ്പോഴേക്കും സമയം കഴിയും. ഇപ്പോൾ ഓപ്പോളെ മനസ്സുകൊണ്ട് പിടിച്ചു നിർത്താൻ ഒന്നുമില്ല ഇവിടെ. ഞാൻ വിജയേട്ടനോട് പറയാം. എനിക്കെല്ലാം അറിയാം. എനിക്ക് മനസ്സിലായി. ശ്രീദേവി പകച്ചിരുന്നു. ഇനി അതാ ശരി. അമ്മ പറഞ്ഞതും ഓർമ്മയുണ്ടല്ലോ, വിജയേട്ടൻ വിളിച്ചാൽ പൊയ്ക്കൊള്ളണമെന്ന്. അമ്മ പോയാൽ പിന്നെ ഓപ്പോളെ മനയ്ക്ക് വേണ്ടാണ്ടാവൂന്ന് അമ്മ അന്നേ മനസ്സിലാക്കി. ഇല്ലാച്ചാല് അമ്മ അങ്ങനെ പറയില്ല. ഓപ്പോളെ സ്നേഹിക്കാൻ ഇവിടെ ആരുമില്ല. അച്ഛനങ്ങനെ പരിചയമില്ലല്ലോ. പിന്നെ ഞാനല്ലേ ഉള്ളൂ. ഞാനും ഒരു വഴിക്ക് പോവും. തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. പിന്നെ ഓപ്പോള് തനിച്ചാവും. വിജയേട്ടൻ എത്ര കാലായിട്ട്? ശ്രീദേവി അയാളുടെ മുൻപിലിരുന്ന് വിങ്ങി വിങ്ങി കരഞ്ഞു. വിഷ്ണു അവളെ തനിച്ച് കരയാൻ വിട്ടിട്ട് എഴുന്നേറ്റ് പോയി. അടുത്ത ഭാഗം നാളെ.